ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച, ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ഭയത്തിൻ്റെയും ദുരൂഹതയുടെയും നിഴൽ വീഴ്ത്തി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതമാണ് ഒസാമ ബിൻ ലാദൻ. സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു രാജകുമാരനെ പോലെ ജീവിക്കാമായിരുന്നിട്ടും തോക്കുകളും ഗുഹകളും തിരഞ്ഞെടുത്ത ഒരു മനുഷ്യൻ. 1957 സൗദി അറേബ്യയിലെ റിയാദിൽ തുടങ്ങി അഫ്ഗാനിസ്ഥാനിലെ പൊടിപിടിച്ച മലനിരകളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ പാകിസ്ഥാനിലെ അബോട്ടാബാദിലെ ഒരു ഇരുണ്ട മുറിയിൽ അവസാനിച്ച ആ ജീവിതം സിനിമകളേക്കാൾ ഉദ്വേഗഭരിതമാണ്. സൗദി അറേബ്യയിലെ മണൽക്കാറ്റുകളിൽ നിന്ന് തുടങ്ങി ന്യൂയോർക്കിലെ അമ്പരച്ചുംബികൾ തകർത്തെറിഞ്ഞ് ഒടുവിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ തോക്കിൻ മുനയിൽ തീർന്ന ആ കഥ. എങ്ങനെയാണ് കോടികൾ ആസ്തിയുള്ള ഒരു നിർമ്മാണ കമ്പനി മുതലാളിയുടെ മകൻ ലോകം മുഴുവൻ തിരിയുന്ന പിടികിട്ടാപ്പുള്ളിയായി മാറിയത്? എന്തായിരുന്നു അയാൾക്ക് വേണ്ടത്? 2011 ആ പാതിരാത്രിയിൽ സീലുകൾ വന്നിറങ്ങുന്നതുവരെ അയാൾ എങ്ങനെയാണ് ലോകത്തെ കബളിപ്പിച്ചു ജീവിച്ചത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണിത്. ആരും കാണാത്ത, ആരും കേൾക്കാത്ത ചില അധ്യായങ്ങൾ നമുക്കിന്ന് തുറന്നു നോക്കാം. നമ്മുടെ കഥ തുടങ്ങുന്നത് 1957 ഇന്നത്തെ പോലെ അമ്പരചുംബികളായ കെട്ടിടങ്ങളോ ആഡംബര കാറുകളുടെ നീണ്ട നിരയോ ഒന്നുമില്ലാത്ത, എന്നാൽ പെട്രോളിയം നൽകിയ പണത്തിൻ്റെ തിളക്കം മെല്ലെ വീണു തുടങ്ങുന്ന സൗദി അറേബ്യയിലെ റിയാദിൽ. അവിടെയാണ് ഒസാമ ബിൻ മുഹമ്മദ് ബിൻ അവാദ് ബിൻ ലാദൻ എന്ന ഒസാമ ജനിക്കുന്നത്. വെറുമൊരു കുട്ടിയായിട്ടല്ല അവൻ ജനിക്കുന്നത്, മറിച്ച് സൗദി അറേബ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജകുടുംബം കഴിഞ്ഞാൽ പിന്നെ അത്രയേറെ സ്വാധീനമുള്ള ബിൻ ലാദൻ കുടുംബത്തിലേക്കാണ് അവൻ്റെ വരവ്. ഒസാമയുടെ പിതാവ് മുഹമ്മദ് ബിൻ ലാദൻ ഒരു അത്ഭുത മനുഷ്യനായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. യമനിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്ന സൗദിയിൽ കൂലിപ്പണിക്കാരനായി ജീവിതം തുടങ്ങി ഒടുവിൽ ആ രാജ്യത്തെ കെട്ടിപ്പൊക്കിയ വലിയ മുതലാളിയായി മാറിയ വ്യക്തി. സൗദി രാജാക്കന്മാർക്ക് മുഹമ്മദ് ബിൻ ലാദനെ വലിയ വിശ്വാസമായിരുന്നു. കാരണം ലളിതമാണ്. രാജാവിനൊരു കൊട്ടാരം പണിയണമെങ്കിലോ മരുഭൂമിയിലൂടെ ഒരു റോഡ് വയ്ക്കണമെങ്കിലോ മുഹമ്മദ് ബിൻ ലാദൻ വിചാരിച്ചാൽ അത് നടക്കും. അതുകൊണ്ട് തന്നെ സൗദി ബിൻ ലാദൻ ഗ്രൂപ്പ് എന്ന അവരുടെ കമ്പനി രാജ്യത്തെ നിർമ്മാണ മേഖല മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. ഒസാമ ഈ വലിയ സാമ്രാജ്യത്തിലെ 50-ലധികം മക്കളിൽ ഒരാളാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 50-ലധികം സഹോദരങ്ങൾ, ഒരു വലിയ സ്കൂൾ ക്ലാസ് പോലെ തിങ്ങി നിറഞ്ഞ ഒരു വീട്. അതിൽ 17ാമത്തെ മകനായാണ് ഒസാമയുടെ സ്ഥാനം. അവൻ്റെ അമ്മ ആലിയ ഗാനം സിറിയയിൽ നിന്നുള്ള ഒരു സുന്ദരിയായിരുന്നു. എന്നാൽ ഒസാമയ്ക്ക് അധിക നാൾ അച്ഛൻ്റെ സ്നേഹം കിട്ടിയില്ല. അവന് വളരെ ചെറിയ പ്രായമുള്ളപ്പോൾ തന്നെ അച്ഛനും അമ്മയും വിവാഹമോചനം നേടിയിരുന്നു. അതിനുശേഷം അമ്മ വേറെ വിവാഹം കഴിച്ചെങ്കിലും ഒസാമ ആ വലിയ കുടുംബത്തിൻ്റെ തണലിൽ തന്നെയാണ് വളർന്നത്. കുട്ടിക്കാലത്ത് ഒസാമ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളിന്ന് വാർത്തകളിൽ കാണുന്ന ആ ഭീകരരൂപിയെ അവിടെ എങ്ങും കാണാൻ കഴിയില്ല. വളരെ ഒതുങ്ങിയ, അധികം സംസാരിക്കാത്ത, നാണം കുണുങ്ങിയായ ഒരു കുട്ടിയായിരുന്നു അവൻ. ആഡംബരത്തിനൊരു കുറവുമില്ല. സ്വർണ്ണക്കരയുള്ള പാത്രങ്ങളിൽ ഭക്ഷണം, വില കൂടിയ വസ്ത്രങ്ങൾ, എവിടെ പോകാനും കാറുകൾ, അങ്ങനെ ഒരു കുട്ടി ആഗ്രഹിക്കുന്നതെല്ലാം അവൻ്റെ കാൽ കീഴിലുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ സഹോദരന്മാരിൽ പലരും പാശ്ചാത്യ സംസ്കാരത്തോട് താൽപ്പര്യം കാണിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി അടിച്ചുപൊളിച്ച് ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ ഒസാമ റിയാദിലെ ആ വലിയ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി ജീവിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. അവൻ്റെ പിതാവ് മുഹമ്മദ് ബിൻ ലാദന് മക്കയിലെയും മദീനയിലെയും പള്ളികളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള കരാർ ലഭിച്ചിരുന്നു. ഇതാ കുടുംബത്തിനൊരു വലിയ മതപരമായ പരിവേഷം നൽകി. പുണ്യസ്ഥലങ്ങളുടെ കാവൽക്കാരുടെ വിശ്വസ്തരായ നിർമ്മാതാക്കൾ എന്ന പേരവർക്ക് ലഭിച്ചു. കൊച്ചു ഒസാമയുടെ മനസ്സിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകണം. തൻ്റെ കുടുംബം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന ഒരു ചിന്ത അവനിൽ അക്കാലം മുതൽക്കേ ഉണ്ടായിരുന്നു. എന്നാൽ 1967 ഒസാമയ്ക്ക് വെറും 10 വയസ്സുള്ളപ്പോൾ ആ വലിയ കുടുംബത്തെ പിടിച്ചുലച്ചൊരു ദുരന്തം നടന്നു. അവൻ്റെ പിതാവ്, ആ വലിയ സാമ്രാജ്യത്തിൻ്റെ ശില്പി, ഒരു വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു. സ്വന്തം വിമാനം ഓടിച്ചു പോകുമ്പോൾ സൗദിയിലെ മരുഭൂമിയിൽ വെച്ചായിരുന്നു ആ അപകടം. അത് ഒസാമയെ വല്ലാതെ ബാധിച്ചു. അച്ഛൻ്റെ മരണത്തോടെ കോടിക്കണക്കിന് ഡോളറാണ് ഒസാമയ്ക്ക് അനന്തരാവകാശമായി ലഭിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, 10 വയസ്സുള്ള ഒരു കുട്ടി. അവന് വേണമെങ്കിൽ ലോകം മുഴുവൻ വാങ്ങാം. പക്ഷേ അവൻ്റെ മനസ്സ് സഞ്ചരിച്ചത് മറ്റൊരു വഴിയിലൂടെയായിരുന്നു.
അച്ഛൻ്റെ മരണം അവനെ കൂടുതൽ മതവിശ്വാസിയാക്കി മാറ്റി. അവൻ്റെ സഹോദരന്മാർ യൂറോപ്പിലും അമേരിക്കയിലും പോയി പാർട്ടികളിൽ പങ്കെടുക്കുമ്പോൾ ഒസാമ ഖുർആൻ പാരായണത്തിലും പള്ളിയിലെ പ്രാർത്ഥനകളിലും സമാധാനം കണ്ടെത്തി. റിയാദിലെ ചൂടേറിയ പകലുകളിൽ അവൻ ഏകാന്തനായിരിക്കുന്നത് പലരും ശ്രദ്ധിച്ചിരുന്നു. അവൻ്റെ കളിപ്പാട്ടങ്ങൾ പോലും മറ്റുള്ളവരുടേതുപോലെയായിരുന്നില്ല. മണ്ണുമാന്തി യന്ത്രങ്ങളുടെയും ക്രെയിനുകളുടെയും വലിയ മോഡലുകൾ വെച്ച് കളിക്കാനായിരുന്നു അവനിഷ്ടം. രക്തത്തിൽ അലിഞ്ഞു ചേർന്ന നിർമ്മാണ കമ്പനിയുടെ സ്വാധീനം. സ്കൂൾ പഠനകാലത്തും അവൻ അങ്ങനെ തന്നെയായിരുന്നു. പഠിക്കാൻ മിടുക്കൻ, അധ്യാപകരോട് ബഹുമാനം, പക്ഷേ ആരോടും അധികം കൂട്ടുചേരാത്ത പ്രകൃതം. ഫുട്ബോൾ കളിക്കാൻ അവന് വലിയ ഇഷ്ടമായിരുന്നു. ഉയരം കൂടിയ ശരീരപ്രകൃതിയായിരുന്നതുകൊണ്ട് കളിക്കളത്തിൽ അവൻ എപ്പോഴും മുന്നിലുണ്ടാകും. പക്ഷെ കളി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ലോകം വേറെയാണ്. സിനിമ കാണാനോ പാട്ട് കേൾക്കാനോ അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് തെറ്റാണെന്ന ഒരു ധാരണ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ്റെ ഉള്ളിൽ വേര് പിടിച്ചിരുന്നു. കൗമാരത്തിലേക്ക് കടന്നതോടെ ഒസാമയുടെ ചിന്തകൾക്ക് കുറച്ചുകൂടി വ്യക്തത വന്നു തുടങ്ങി. ജിദ്ദയിലേക്കുള്ള മാറ്റമാണ് അവൻ്റെ ജീവിതത്തിലെ അടുത്ത വലിയ വഴിത്തിരിവ്. റിയാദിനെ അപേക്ഷിച്ച് ജിദ്ദ കുറച്ചുകൂടി തുറന്ന നഗരമായിരുന്നു. കപ്പലുകൾ വരുന്ന, പല ദേശക്കാരായ ആളുകൾ കൂടുന്ന തിരക്കേറിയ നഗരം. അവിടെ വെച്ചാണ് അവൻ പുറം ലോകം എന്താണെന്ന് ശരിക്കും കാണുന്നത്. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിന് ചേർന്ന സമയമാണത്. അവിടെ വെച്ചാണ് സാമ്പത്തിക ശാസ്ത്രവും ബിസിനസ് മാനേജ്മെൻറ്റും അവൻ പഠിക്കുന്നത്. തൻ്റെ കുടുംബ ബിസിനസ് നോക്കി നടത്തുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ക്ലാസ് മുറികൾക്ക് പുറത്ത് അവനെ കാത്തിരുന്നത് വേറൊരു പാഠശാലയായിരുന്നു. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലെ ഇടനാഴികളിൽ വെച്ചാണ് ഒസാമയുടെ ജീവിതം പാടെ മാറിമറിയുന്നത്. അവിടെ അവനെ കാത്തിരുന്നത് വെറും ബിസിനസ് കണക്കുകളോ ലാഭനഷ്ടങ്ങളുടെ പട്ടികയോ മാത്രമായിരുന്നില്ല. അവിടെ വച്ചാണ് അവൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴികാട്ടികളെ കണ്ടുമുട്ടുന്നത്. അതിൽ പ്രധാനിയായിരുന്നു പലസ്തീൻകാരനായ അബ്ദുള്ള അസ്സാം. തീപ്പൊരി ചിതറുന്ന പ്രസംഗങ്ങൾ കൊണ്ട് യുവാക്കളെ ആവേശഭരിതലാക്കാൻ കഴിവുള്ള ഒരു അധ്യാപകനായിരുന്നു അസ്സാം. ക്ലാസ് മുറികളിൽ അദ്ദേഹം പഠിപ്പിച്ചത് വെറും പാഠപുസ്തകങ്ങളല്ല, മറിച്ച് ലോകത്തെ മാറ്റിമറിക്കാൻ വിശ്വാസികൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതായിരുന്നു. അസ്സാം പറഞ്ഞ കഥകളും ആശയങ്ങളും ഒസാമയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. പാശ്ചാത്യ സംസ്കാരം ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അതിനെതിരെ പോരാടേണ്ടത് ഓരോ മുസ്ലിമിൻ്റെയും കടമയാണെന്നും അസ്സാം ആവർത്തിച്ചു പറഞ്ഞു. ആഡംബരത്തിൽ മുങ്ങി ജീവിച്ചിരുന്ന ഒസാമയ്ക്ക് ഈ വാക്കുകൾ പുതിയൊരുണർവ് നൽകി. തൻ്റെ പണവും സ്വാധീനവും എന്തിനുവേണ്ടി ഉപയോഗിക്കണമെന്നതിന് അവനൊരു ഉത്തരം കിട്ടിയതുപോലെയായിരുന്നു അത്. വെറുമൊരു നിർമ്മാണ കമ്പനി മുതലാളിയായി എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലിരുന്ന് ചെക്കുകളിൽ ഒപ്പിട്ട് ജീവിതം തീർക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. ഇതിനിടയിൽ തൻ്റെ 17-ാം വയസ്സിൽ ഒസാമ വിവാഹിതനായി. സിറിയയിൽ നിന്നുള്ള തൻ്റെ ബന്ധുവായ നജ്വ ഗാനിമിനെയാണ് അവൻ ജീവിതസഖിയാക്കിയത്. അധികം വൈകാതെ തന്നെ ആ ദമ്പതികൾക്ക് കുട്ടികളുമുണ്ടായി. എന്നാൽ ഭാര്യയോടും കുട്ടികളോടുമൊപ്പം സമയം ചെലവഴിക്കുമ്പോഴും ഒസാമയുടെ മനസ്സ് അശാന്തമായിരുന്നു. അവൻ്റെ കണ്ണുകൾ എപ്പോഴും വാർത്തകളിലും ലോകസംഭവങ്ങളിലുമായിരുന്നു. തൻ്റെ ചുറ്റുമുള്ള ആഡംബര ജീവിതം അവനെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നി. അങ്ങനെയിരിക്കെയാണ് 1979 എന്ന വർഷം കടന്നുവരുന്നത്. ആധുനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും സംഭവബഹുലമായ വർഷങ്ങളിലൊന്ന്. ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നു. മക്കയിലെ പള്ളിയിൽ സായുധരായ വിമതർ കടന്നു കയറുന്നു. സൗദി അറേബ്യ ഞെട്ടിത്തെറിച്ച നാളുകൾ. എന്നാൽ ഒസാമയുടെ ശ്രദ്ധ പതിഞ്ഞത് ഇതിലൊന്നുമല്ലായിരുന്നു. ദൂരെ മഞ്ഞുപുതച്ച മലനിരകളുള്ള അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയന്റെ ടാങ്കുകൾ ഇരച്ചുകയറിയ വാർത്തയാണ് അവനെ പിടിച്ചുലച്ചത്. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ശക്തിയായ സോവിയറ്റ് യൂണിയൻ, മറുവശത്ത് വിശ്വാസത്തെ മാത്രം മുറുകെ പിടിച്ചു പോരാടുന്ന പാവപ്പെട്ട അഫ്ഗാൻ ഗ്രാമീണർ. അബ്ദുള്ള അസ്സാം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നോക്കൂ, ഒരു മുസ്ലിം രാജ്യം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ വാക്കുകൾ ഒസാമയ്ക്ക് ഒരു ആഹ്വാനമായിരുന്നു. തൻ്റെ പൂർവികർ മരുഭൂമിയിൽ പടുത്തുയർത്തിയ സാമ്രാജ്യത്തിൽ സുരക്ഷിതനായിരിക്കാൻ അവന് തോന്നിയില്ല. അവനവിടെ ഇരിക്കാൻ കഴിയില്ലായിരുന്നു. തൻ്റെ കയ്യിലുള്ള പണം, കുടുംബത്തിൻ്റെ സ്വാധീനം, തൻ്റെ യുവത്വം, ഇതെല്ലാം അഫ്ഗാനിസ്ഥാനിലെ ആ പോരാളികൾക്ക് വേണ്ടി സമർപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. സൗദി രാജകുടുംബത്തിനും ഈ കാര്യത്തിൽ എതിർപ്പുണ്ടായിരുന്നില്ല. കമ്മ്യൂണിസത്തെ തകർക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുന്നത് അവർക്കും ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ജിദ്ദയിലെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസികതയിലേക്ക് എടുത്തുചാടാൻ ഒസാമ തയ്യാറെടുത്തു.
അവൻ്റെ ബാഗിൽ നിറയെ പണവും മനസ്സിൽ നിറയെ തീവ്രമായ വിശ്വാസവുമായിരുന്നു. ആ യാത്ര അവനെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് അന്നാരും, എന്നിന് ഒസാമ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. ചരിത്രം അവിടെ ഒരു പുതിയ അധ്യായം കുറിക്കാൻ തുടങ്ങുകയായിരുന്നു. ജിദ്ദയിലെ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിൽ നിന്ന് ഒസാമ നേരെ വന്നിറങ്ങിയത് പാകിസ്ഥാനിലെ പെഷവാറിലേക്കാണ്. 1980കളുടെ തുടക്കത്തിൽ പെഷവാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല. ലോകത്തിലെ എല്ലാ ചാരന്മാരും ആയുധ കച്ചവടക്കാരും അഭയാർത്ഥികളും തിങ്ങിപ്പാർക്കുന്ന ഒരു വിചിത്ര നഗരം. പൊടി നിറഞ്ഞ തെരുവുകൾ, എങ്ങും ചായക്കടകൾ, അതിനിടയിലൂടെ തോക്കുകൾ തൂക്കി നടക്കുന്ന ഗോത്രവർഗക്കാർ. അവിടേക്കാണ് നമ്മുടെ കോടീശ്വരൻ ഒരു വലിയ സ്യൂട്ട് കേസും നിറയെ സ്വപ്നങ്ങളുമായി വന്നിറങ്ങുന്നത്. ഒസാമ അവിടെ എത്തുമ്പോൾ അവനെ സ്വീകരിക്കാൻ വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. കാരണം അഫ്ഗാൻ പോരാളികൾക്ക് അന്ന് ഏറ്റവും അത്യാവശ്യം വെറും പ്രാർത്ഥനകൾ മാത്രമായിരുന്നില്ല, പണമായിരുന്നു. ആ പണം കൊണ്ടുവന്നത് ഒസാമയാണ്. പെഷവാറിൽ ഒസാമ ഒരു രാജകുമാരനെ പോലെയാണ് പരിഗണിക്കപ്പെട്ടത്. 6 അടി 4 ഇഞ്ച് ഉയരമുള്ള, മെലിഞ്ഞ, എപ്പോഴും ശാന്തനായി സംസാരിക്കുന്ന ഈ സൗദി യുവാവ് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. സാധാരണ അറബികൾ അവിടെ വരുന്നത് തോക്കെടുത്ത് ഫോട്ടോ എടുക്കാനും കുറച്ച് ദിവസം നിന്ന് തിരിച്ചു പോകാനുമാണ്. എന്നാൽ ഒസാമ വന്നത് നിൽക്കാൻ തന്നെയായിരുന്നു. അവൻ ആദ്യം ചെയ്തതെന്താണെന്നോ? യുദ്ധത്തിന് തോക്കുകൾ മാത്രമല്ല വേണ്ടതെന്ന് അവനറിയാമായിരുന്നു. അവൻ തൻ്റെ സൗദിയിലെ നിർമ്മാണ കമ്പനിയിൽ നിന്ന് വലിയ ബുൾഡോസറുകളും മണ്ണുമാന്തി യന്ത്രങ്ങളും അഫ്ഗാൻ അതിർത്തിയിലേക്ക് ഇറക്കുമതി ചെയ്തു. മലകൾ തുരന്ന് ഗുഹകളുണ്ടാക്കാനും റോഡുകൾ വയ്ക്കാനും പോരാളികൾക്ക് ഒളിച്ചിരിക്കാൻ ബങ്കറുകൾ പണിയാനും അവൻ തൻ്റെ എഞ്ചിനീയറിംഗ് ബുദ്ധി ഉപയോഗിച്ചു. ഈ സമയത്താണ് മക്താബ് അൽ ഖിദമത്ത് അഥവാ സർവീസസ് ബ്യൂറോ എന്നൊരു സ്ഥാപനം അവൻ തുടങ്ങുന്നത്. ഇതൊരു ട്രാവൽ ഏജൻസി പോലെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വിനോദയാത്രയ്ക്കല്ല, മറിച്ച് യുദ്ധത്തിന് പോകുന്നവർക്ക് വേണ്ടിയുള്ള ഏജൻസി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, അൾജീരിയയിൽ നിന്നും, ഈജിപ്തിൽ നിന്നും, സൗദിയിൽ നിന്നുമെല്ലാം യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചു വരുന്ന യുവാക്കൾക്ക് പെഷവാറിൽ താമസിക്കാനും ഭക്ഷണം കഴിക്കാനും പരിശീലനം നേടാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒസാമ ഒരുക്കി. ഇവർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നത് മുതൽ പോക്കറ്റ് മണി കൊടുക്കുന്നതുവരെ ഒസാമയുടെ പണമായിരുന്നു. ഗോൾഡൻ ചെയിൻ എന്നറിയപ്പെടുന്ന സൗദിയിലെ വമ്പൻ പണക്കാരുടെ ഒരു ശൃംഖലയിൽ നിന്ന് ഒസാമ ഫണ്ട് ശേഖരിച്ചു. അക്കാലത്ത് ഒസാമയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളെപ്പറ്റി പറയാതെ ഈ കഥ മുന്നോട്ടു പോകില്ല. ഐമൻ അൽ സവാഹിറി, ഈജിപ്തിൽ നിന്നുള്ള ഒരു ഡോക്ടർ. കട്ടിയുള്ള കണ്ണട വെച്ച് എപ്പോഴും എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടുന്ന ബുദ്ധിജീവിയായ ഒരു മനുഷ്യൻ. ഒസാമയ്ക്ക് പണമുണ്ടായിരുന്നു, ജനപ്രീതിയുണ്ടായിരുന്നു. പക്ഷേ ഒരു ദീർഘകാല പദ്ധതിയില്ലായിരുന്നു. ആ വിടവ് നികത്തിയത് സവാഹിരിയാണ്. അഫ്ഗാനിലെ പൊടിപിടിച്ച കൂടാരങ്ങളിൽ വെച്ച് അവർ മണിക്കൂറുകളോളം സംസാരിച്ചു. വെറും അഫ്ഗാൻ യുദ്ധം മാത്രമല്ല, ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു ഇസ്ലാമിക സാമ്രാജ്യം എങ്ങനെയുണ്ടാക്കാം എന്നതായിരുന്നു അവരുടെ ചർച്ച. സവാഹിരിയുടെ തന്ത്രങ്ങളും ഒസാമയുടെ പണവും ചേർന്നപ്പോഴവിടെ ഒരു പുതിയ കൂട്ടുകെട്ട് രൂപപ്പെടുകയായിരുന്നു. ആദ്യമൊക്കെ ഒസാമ യുദ്ധക്കളത്തിൽ നേരിട്ടിറങ്ങിയിരുന്നില്ല. അവൻ പിന്നിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മാനേജറായിരുന്നു. പണം കൊടുക്കുക, ആശുപത്രികൾ പണിയുക, വിധവകൾക്ക് പെൻഷൻ കൊടുക്കുക, ഇതൊക്കെയായിരുന്നു പണി. എന്നാൽ മെല്ലെ മെല്ലെ മറ്റുള്ളവർ യുദ്ധം ചെയ്യുന്നത് കണ്ട് അവന് വെറുതെയിരിക്കാൻ കഴിഞ്ഞില്ല. താനും രക്തസാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൻ സുഹൃത്തുക്കളോട് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് അവൻ തോക്കെടുക്കാൻ തീരുമാനിക്കുന്നത്. 1986ഓടെ അവൻ അഫ്ഗാനിസ്ഥാനിലെ ജാജി എന്ന സ്ഥലത്ത് സ്വന്തമായൊരു താവളം പണിതു. മസദ അൽ അൻസാർ അഥവാ സിംഹങ്ങളുടെ ഗുഹ എന്നായിരുന്നു അതിൻ്റെ പേര്. വെറും മണ്ണും കല്ലും കൊണ്ടല്ല, നല്ല കോൺക്രീറ്റ് ഇട്ട് ബലപ്പെടുത്തിയ ഒന്നാന്തരം ബങ്കറുകൾ. തൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ എല്ലാ കഴിവും അവൻ അവിടെ ഉപയോഗിച്ചു. ജാജിയിലെ ഈ താവളം സോവിയറ്റ് സൈന്യത്തിൻ്റെ കണ്ണിലെ കരടായി മാറി. ഒസാമ അവിടെയുണ്ടെന്നറിഞ്ഞതോടെ റഷ്യൻ വിമാനങ്ങൾ അവിടെ ബോംബ് മഴ പെയ്യിച്ചു. എന്നാൽ ഒസാമ കുലുങ്ങിയില്ല. അവൻ തൻ്റെ അറബ് പോരാളികളെ നയിച്ചുകൊണ്ട് മുൻനിരയിൽ തന്നെ നിന്നു. സോവിയറ്റ് കമാൻഡോകളായ സ്പെറ്റ്സ്നാസ് സൈന്യം മലകയറി വന്നപ്പോൾ ഒസാമയും സംഘവും ശക്തമായി തിരിച്ചടിച്ചു. യഥാർത്ഥത്തിൽ ആ യുദ്ധത്തിൽ ഒസാമയുടെ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. പക്ഷേ പുറംലോകമറിഞ്ഞത് വേറൊരു കഥയാണ്. ഒരു പിടി അറബികൾ ലോകശക്തിയായ റഷ്യയെ തോൽപ്പിച്ചു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അതോടെ ഒസാമ വെറുമൊരു പണക്കാരനല്ല, മറിച്ച് ദൈവത്തിൻ്റെ പോരാളിയാണ് എന്നൊരു ബിംബം സൃഷ്ടിക്കപ്പെട്ടു.
ജാജിയിലെ യുദ്ധം ഒസാമയുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തി. വെടിയുണ്ടകൾ തലയ്ക്ക് മുകളിലൂടെ ചീറിപ്പായുമ്പോഴും തനിക്കൊന്നും സംഭവിച്ചില്ല എന്നത് അവനെ അത്ഭുതപ്പെടുത്തി. ദൈവം തന്നെ എന്തോ വലിയ കാര്യത്തിനു വേണ്ടി മാറ്റി നിർത്തിയിരിക്കുകയാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. റഷ്യൻ സൈന്യം പിന്മാറാൻ തുടങ്ങിയ സമയം 1988 ഓഗസ്റ്റ് മാസം. അഫ്ഗാനിലെ യുദ്ധം ഏകദേശം അവസാനിക്കാറായി എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി എന്തു ചെയ്യും? എല്ലാവരും അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുമോ? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഒസാമയും സവാഹിരിയും അബൂബൈദയും ഉൾപ്പെടെയുള്ള ഏതാനും ചിലർ പെഷാവാറിലെ ഒരു രഹസ്യ വീട്ടിൽ ഒത്തുകൂടി. അവിടെ വെച്ചാണ് ചരിത്രപ്രധാനമായ ആ തീരുമാനം അവർ എടുക്കുന്നത്. യുദ്ധം കഴിഞ്ഞാലും പിരിഞ്ഞുപോകാത്ത, ലോകത്തെവിടെയും പോയി യുദ്ധം ചെയ്യാൻ തയ്യാറുള്ള ഒരു സ്ഥിരം സൈന്യത്തെ ഉണ്ടാക്കണം. അതിനൊരു പേരും അവർ കണ്ടെത്തി: അൽ ഖ്വയ്ദ. അറബിയിൽ ഇതിൻ്റെ അർത്ഥം അടിത്തറ എന്നാണ്. അതായത് വരാനിരിക്കുന്ന വലിയ കെട്ടിടത്തിൻ്റെ അടിത്തറ. വെറും അഫ്ഗാനിസ്ഥാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല അവരുടെ സ്വപ്നം. മുസ്ലിങ്ങൾ എവിടെയെല്ലാം അടിച്ചമർത്തപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ചെന്ന് പോരാടുന്ന ഒരു ആഗോള സേന. ആ മീറ്റിംഗിൽ വെച്ച് അവർ ഒരു കരാറുണ്ടാക്കി. അതിലൊപ്പിട്ടവരാണ് അൽ ഖ്വയ്ദയുടെ ആദ്യത്തെ അംഗങ്ങൾ. ഈ സമയത്ത് ലോകം മുഴുവൻ സോവിയറ്റ് യൂണിയന്റെ പതനം ആഘോഷിക്കുകയായിരുന്നു. 1989 അവസാനത്തെ സോവിയറ്റ് ടാങ്കും അഫ്ഗാൻ അതിർത്തി കടന്ന് തിരിച്ചുപോയി. 10 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്ന് തോറ്റു പിന്മാറി. ഇതിനു പിന്നിൽ അമേരിക്കയുടെ സ്റ്റിംഗർ മിസൈലുകളും പാകിസ്ഥാന്റെ സഹായവും അഫ്ഗാൻ ഗോത്രവർഗക്കാരുടെ സഹനവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒസാമയും കൂട്ടലും വിശ്വസിച്ചത് വേറൊന്നാണ്. നമ്മുടെ വിശ്വാസവും ധൈര്യവും കൊണ്ടാണ് റഷ്യ തോറ്റത്. നമ്മളൊരു സൂപ്പർ പവറിനെ തകർത്തു. അങ്ങനെയെങ്കിൽ നമുക്കാരെയും തോൽപ്പിക്കാം. ഈയൊരു ചിന്തയാണ് ഒസാമിയെ പിന്നീട് അപകടകാരിയാക്കി മാറ്റിയത്. സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ അവൻ്റെ മനസ്സിലൊരു അഹങ്കാരം വളർന്നു. താൻ വിചാരിച്ചാൽ ഏത് സാമ്രാജ്യത്തെയും മുട്ടുകുത്തിക്കാമെന്ന അഹങ്കാരം. അഫ്ഗാനിലെ പരുക്കൻ ജീവിതം അവനെ ആകെ മാറ്റിക്കളഞ്ഞിരുന്നു. ഒരു കാലത്ത് റിയാദിലെ കൊട്ടാരത്തിൽ മൃദുവായ മെത്തയിൽ കിടന്നുറങ്ങിയിരുന്ന ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ കല്ലും മുള്ളും നിറഞ്ഞ ഗുഹകളിൽ കിടന്നുറങ്ങാൻ ശീലിച്ചു. ഭക്ഷണം കുറച്ചു, സംസാരം കുറച്ചു. അവൻ്റെ കണ്ണുകളിൽ എപ്പോഴും ഒരു തീക്ഷ്ണതയുണ്ടായിരുന്നു. വരാനിരിക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ആ മനസ്സ് നിറയെ. അഫ്ഗാൻ യുദ്ധം ജയിച്ച വീരപരിവേഷത്തോടെയാണ് അവൻ സൗദിയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നത്. അഫ്ഗാനിലെ മലനിരകളിൽ അവൻ വിതച്ച വിത്തുകൾ അൽ ഖ്വയ്ദ എന്ന വിഷവൃക്ഷമായി വളരാൻ തുടങ്ങിയിരുന്നു. പക്ഷെ ലോകം അപ്പോഴും ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അമേരിക്കയും പാകിസ്ഥാനും ഒസാമയെ കണ്ടത് ഒരു ഉപകാരിയായ സഖ്യകക്ഷിയായിട്ടാണ്. കമ്മ്യൂണിസ്റ്റുകാരെ തുരത്താൻ സഹായിച്ച ഒരു പണക്കാരൻ. എന്നാൽ ആ പണക്കാരൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാനുകൾ എന്താണെന്ന് അന്ന് CIA പോലും ഊഹിച്ചിരുന്നില്ല. തൻ്റെ ബാഗിൽ നിറയെ യുദ്ധക്കളത്തിലെ അനുഭവങ്ങളും അൽ ഖ്വയ്ദ എന്ന പുതിയ സംഘടനയുടെ ബ്ലൂ പ്രിൻറ്റും റഷ്യയെ തോൽപ്പിച്ചതിൻ്റെ ആത്മവിശ്വാസവുമായാണ് ഒസാമ വിമാനം കയറുന്നത്. പക്ഷെ നാട്ടിൽ അവനെ കാത്തിരുന്നത് അവൻ പ്രതീക്ഷിച്ച സ്വീകരണമായിരുന്നില്ല. ലോകം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒപ്പം ഒസാമയുടെ വിധിയും. അഫ്ഗാൻ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ യഥാർത്ഥ കഥ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ഒരു സൂപ്പർ പവറിനെ വീഴ്ത്തി എന്ന അഹങ്കാരവുമായി നിൽക്കുന്ന ഒസാമയ്ക്ക് മുന്നിലേക്ക് അടുത്ത സൂപ്പർ പവർ കടന്നുവരാൻ അധികം താമസമില്ലായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് ടാങ്കുകൾ കത്തിയെരിയുന്ന കാഴ്ച കണ്ട് ആസ്വദിച്ച ശേഷം 1989 ഒസാമ ബിൻ ലാദൻ തൻ്റെ ജന്മനാടായ സൗദി അറേബ്യയിലേക്ക് തിരിച്ചെത്തി. ഇത്തവണ വിമാനത്തിൽ നിന്നിറങ്ങിയത് പണ്ട് നാണം കുണുങ്ങിയായി നടന്നിരുന്ന ആ പഴയ പയ്യനായിരുന്നില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ ശത്രുക്കളെ തോൽപ്പിച്ച, വെടിയുണ്ടകളെ ഭയക്കാത്ത ഒരു യുദ്ധവീരനായിരുന്നു. റിയാദിലെയും ജിദ്ദയിലെയും ജനങ്ങൾ അവനെ ആരാധനയോടെ നോക്കി. പള്ളികളിൽ അവന് വമ്പൻ സ്വീകരണങ്ങൾ ലഭിച്ചു. യുവാക്കൾ അവൻ്റെ കഥകൾ കേൾക്കാൻ തിക്കിത്തിരക്കി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ്റെ മനസ്സിൽ അപ്പോഴും യുദ്ധം അവസാനിച്ചിരുന്നില്ല. ഈ സമയത്താണ് സൗദി അറേബ്യയുടെ തൊട്ടയൽപ്പക്കത്ത് വലിയൊരു പ്രശ്നം പുകഞ്ഞു തുടങ്ങിയത്. 1990 ഓഗസ്റ്റ് മാസം ഇറാഖിൻ്റെ ഏകാധിപതി സദ്ദാം ഹുസൈൻ ഒരു സുപ്രഭാതത്തിൽ കുവൈത്തിനെ ആക്രമിച്ചു. വെറും മണിക്കൂറുകൾക്കുള്ളിൽ ആ ചെറിയ രാജ്യം സദ്ദാമിൻ്റെ സൈന്യത്തിനു മുന്നിൽ തകർന്നടിഞ്ഞു. സൗദി രാജകുടുംബം ഭയന്ന് വിറച്ചുപോയി. കാരണം കുവൈത്ത് പിടിച്ചടക്കിയ സദ്ദാമിൻ്റെ അടുത്ത ലക്ഷ്യം സൗദിയിലെ എണ്ണപ്പാടങ്ങളാണെന്ന് അവർക്ക് തോന്നി. ഇറാഖിൻ്റെ ടാങ്കുകൾ സൗദി അതിർത്തിയിൽ വന്ന് മുരൾച്ച തുടങ്ങിയതോടെ റിയാദിലെ കൊട്ടാരങ്ങളിൽ ഉറക്കമില്ലാത്ത രാത്രികളായി. രാജ്യം വലിയൊരു പ്രതിസന്ധിയിലാണെന്നറിഞ്ഞ ഒസാമ ഉടൻ തന്നെ സൗദി പ്രതിരോധ മന്ത്രിയായ പ്രിൻസ് സുൽത്താനെ കാണാൻ ചെന്നു. അന്ന് നടന്ന ആ കൂടിക്കാഴ്ച
ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൗതുകകരമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. കൊട്ടാരത്തിലെ തണുപ്പുള്ള മുറിയിൽ ഭൂപടങ്ങൾ നിവർത്തിവെച്ച് ഒസാമ തൻ്റെ പദ്ധതി അവതരിപ്പിച്ചു. നിങ്ങൾ പേടിക്കേണ്ടതില്ല, സദ്ദാമിൻ്റെ ടാങ്കുകളെ തടയാൻ എനിക്ക് കഴിയും. അഫ്ഗാനിലെ മലനിരകളിൽ റഷ്യയെ വിറപ്പിച്ച എൻ്റെ വിശ്വസ്തരായ പോരാളികളെ ഞാൻ ഇങ്ങോട്ടിറക്കാം. നമുക്ക് വിശുദ്ധ മക്കയെയും മദീനയെയും സംരക്ഷിക്കാം. സൗദി രാജകുമാരന്മാർക്ക് ചിരിക്കണോ അതോ കരയണോ എന്നറിയാത്ത അവസ്ഥയായി. കാരണം സദ്ദാം ഹുസൈൻ്റെ കയ്യിലുള്ളത് അത്യാധുനിക ടാങ്കുകളും മിസൈലുകളും രാസായുധങ്ങളുമാണ്. അതിനെ നേരിടാൻ തോക്കും പിടിച്ചു നിൽക്കുന്ന കുറച്ച് താടിക്കാരെ അയക്കാമെന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതായിരുന്നില്ല. ഒസാമയുടെ ആത്മവിശ്വാസം കണ്ട് അവർ അത്ഭുതപ്പെട്ടു. പക്ഷേ സൈനികമായ യാഥാർത്ഥ്യം അതായിരുന്നില്ല. ഒസാമ പറഞ്ഞത് വിശ്വാസമുണ്ടെങ്കിൽ ഏത് ആയുധത്തെയും തോൽപ്പിക്കാമെന്നാണ്. എന്നാൽ രാജാവിന് വേണ്ടത് വിശ്വാസം മാത്രമായിരുന്നില്ല, ഉറപ്പുള്ള സുരക്ഷയായിരുന്നു. അങ്ങനെ സൗദി ഭരണകൂടം ഒസാമയുടെ വാഗ്ദാനം സ്നേഹപൂർവ്വം നിരസിച്ചു. എന്നിട്ട് അവർ ചെയ്ത കാര്യമാണ് ഒസാമയെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത്. ഇസ്ലാം മതത്തിൻ്റെ ഈറ്റില്ലമായ സൗദി അറേബ്യ സംരക്ഷിക്കാൻ അവർ സഹായം അഭ്യർത്ഥിച്ചത് അമേരിക്കയോടാണ്. അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. പ്രവാചകന്റെ മങ്ങിൽ അവിശ്വാസികളായ അമേരിക്കൻ പട്ടാളക്കാർ ബൂട്ടിട്ട് നടക്കുന്നത് ആലോചിക്കാൻ പോലും ഒസാമയ്ക്ക് കഴിഞ്ഞില്ല. ജോർജ് H.W. ബുഷിൻ്റെ ഉത്തരവ് പ്രകാരം ഓപ്പറേഷൻ ഡെസേർട്ട് ഷീൽഡ് ആരംഭിച്ചു. ലക്ഷക്കണക്കിന് അമേരിക്കൻ സൈനികർ സൗദിയിലെ മരുഭൂമിയിൽ തമ്പടിച്ചു. ഇത് ഒസാമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചതിയായിരുന്നു. നമ്മുടെ നാട് കാക്കാൻ നമുക്ക് കഴിവില്ലേ, എന്തിനാണ് പുറത്തുനിന്ന് ആളുകളെ വിളിക്കുന്നത് എന്നവൻ പരസ്യമായി ചോദിക്കാൻ തുടങ്ങി. അമേരിക്കൻ സൈനികർ സൗദിയിലെത്തിയത് വെറും സംരക്ഷണത്തിനല്ല, മറിച്ച് അവിടുത്തെ എണ്ണ സമ്പത്ത് കൈക്കലാക്കാനും മുസ്ലിം സംസ്കാരത്തെ നശിപ്പിക്കാനുമാണെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. അമേരിക്കൻ പട്ടാളക്കാർ മരുഭൂമിയിൽ ബേസ്ബോൾ കളിക്കുന്നതും പാശ്ചാത്യ സംഗീതം കേൾക്കുന്നതും അവരുടെ സംസ്കാരം അങ്ങോട്ട് കൊണ്ടുവരുന്നതും ഒസാമയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. തൻ്റെ മുന്നറിയിപ്പുകൾ ആരും കേൾക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒസാമയുടെ സ്വരം കടുത്തു. പള്ളികളിലെ പ്രസംഗങ്ങളിൽ അവൻ സൗദി രാജകുടുംബത്തെ പരോക്ഷമായി വിമർശിക്കാൻ തുടങ്ങി. 2 പുണ്യഗേഹങ്ങളുടെ കാവൽക്കാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ തന്നെ ആ ഗേഹങ്ങളെ അന്യർക്ക് വിട്ടുകൊടുക്കുന്നു എന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ കാസറ്റുകളിലാക്കി രാജ്യം മുഴുവൻ പ്രചരിച്ചു. 90കളിൽ വാട്സാപ്പോ ഫേസ്ബുക്കോ ഇല്ലല്ലോ. അന്നത്തെ വിപ്ലവം നടന്നിരുന്നത് ഓഡിയോ കാസറ്റുകളിലൂടെയായിരുന്നു. ഒസാമയുടെ ഘനഗാംഭീര്യമുള്ള ശബ്ദം സൗദിയിലെ യുവാക്കളുടെ കാതുകളിൽ മുഴങ്ങിത്തുടങ്ങി. സൗദി അറേബ്യയിലെ മണ്ണിൽ അമേരിക്കൻ പതാക ഉയർന്നു പാറുന്നത് കണ്ട് ഒസാമയുടെ രക്തം തിളച്ചു. എന്നാൽ ഒസാമയുടെ ഈ പരസ്യമായ വിമർശനങ്ങൾ സൗദി ഭരണകൂടത്തെ വല്ലാതെ ചൊടിപ്പിച്ചു. അവർ അവനെ വിളിപ്പിച്ച് താക്കീത് നൽകി. വായടക്കിയിരുന്നില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നതായിരുന്നു സന്ദേശം. ബിൻ ലാദൻ കുടുംബത്തിനും ഇത് വലിയ നാണക്കേടുണ്ടാക്കി. കാരണം അവരുടെ ബിസിനസ് സാമ്രാജ്യം മുഴുവൻ നിൽക്കുന്നത് രാജകുടുംബത്തിൻ്റെ കരാറുകളിലാണ്. സ്വന്തം സഹോദരന്മാർ പോലും ഒസാമയോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ പിന്നെ ഒസാമ പിന്നോട്ടു പോകില്ലെന്ന് നമുക്കറിയാമല്ലോ. അധികാരികൾ ഒസാമയെ ജിദ്ദയിൽ വീട്ടുതടങ്കലിലാക്കി. അവൻ്റെ പാസ്പോർട്ട് പിടിച്ചുവെച്ചു. പുറം ലോകവുമായി ബന്ധപ്പെടാൻ അവനെ അനുവദിച്ചില്ല. ആ വലിയ വീടിനുള്ളിൽ ഒസാമ വീർപ്പുമുട്ടി. അഫ്ഗാനിലെ മലകളിൽ ഓടി നടന്ന സിംഹത്തെ കൂട്ടിലടച്ച അവസ്ഥ. എന്നാൽ തടവിലാക്കപ്പെട്ടപ്പോഴും അവൻ്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. സൗദിയിൽ ഇനി തനിക്ക് ഭാവിയില്ലെന്ന് അവന് മനസ്സിലായി. ഇവിടെ നിന്നാൽ ജയിലിലാകും, അല്ലെങ്കിൽ കൊല്ലപ്പെടും. തൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ തീരൂ. അപ്പോഴാണ് സുഡാനിൽ ഒരു പുതിയ മാറ്റം നടക്കുന്നത്. അവിടെ ഹസൻ അൽ തുറാബി എന്ന മതപണ്ഡിതന്റെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക സർക്കാർ അധികാരത്തിൽ വന്നിരുന്നു. അവർ ഒസാമയെപ്പോലെയുള്ള ആളുകളെ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ടായിരുന്നു. ഒസാമയ്ക്ക് അത് വലിയൊരവസരമായി തോന്നി. പക്ഷേ പാസ്പോർട്ടില്ലാതെ എങ്ങനെ പോകും? അവിടെയാണ് ഒസാമ തൻ്റെ ബുദ്ധി ഉപയോഗിച്ചത്. സൗദി രാജകുടുംബത്തിലെ ചില ഉന്നതരുമായി അവൻ അപ്പോഴും നല്ല ബന്ധമുണ്ടായിരുന്നു. തനിക്ക് പാകിസ്ഥാനിൽ കുറച്ച് ബിസിനസ് കാര്യങ്ങൾ തീർക്കാനുണ്ടെന്നും അത് കഴിഞ്ഞ് ഉടനെ മടങ്ങിവരാമെന്നും അവൻ കള്ളം പറഞ്ഞു. ഒടുവിൽ അവൻ്റെ കുടുംബത്തിൻ്റെ സ്വാധീനം കാരണം അധികൃതർ പാസ്പോർട്ട് തിരികെ നൽകി. പാസ്പോർട്ട് കിട്ടിയപാടെ 1991 ഒസാമ സൗദി അറേബ്യ വിട്ടു. അവൻ പറഞ്ഞതുപോലെ പാകിസ്ഥാനിലേക്കല്ല പോയത്. നേരെ സുഡാനിലെ ഖാർത്തൂമിലേക്കാണ് വിമാനം കയറിയത്. അതൊരു സാധാരണ യാത്രയായിരുന്നില്ല. താൻ ജനിച്ചു വളർന്ന നാടിനോടും തൻ്റെ കുടുംബത്തോടും തൻ്റെ പൗരത്വത്തോടും എന്നേക്കുമായി വിട പറയുകയായിരുന്നു അവൻ. കയ്യിൽ കിട്ടാവുന്നത്ര പണവും
വിശ്വസ്തരായ കുറച്ച് അനുയായികളെയും കൂട്ടിയാണ് അവൻ പോയത്. സുഡാനിലെത്തിയ ഒസാമയെ അവിടുത്തെ സർക്കാർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. കാരണം ഒസാമ വെറുമൊരു അഭയാർത്ഥിയല്ല, നടന്നു നീങ്ങുന്ന ഒരു ATM മെഷീനായിരുന്നു. സുഡാൻ അന്ന് കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു. ഒസാമ അവിടെ ചെന്ന ഉടനെ പണമിറക്കാൻ തുടങ്ങി. ഖാർത്തൂമിൽ അവൻ വലിയൊരു വില്ല വാങ്ങി താമസമാക്കി. അവിടെ അവൻ വീണ്ടും പഴയ വേഷമണിഞ്ഞു, ബിസിനസ്സുകാരൻ്റെ വേഷം. പക്ഷേ ഇത്തവണ ലക്ഷ്യം ലാഭമുണ്ടാക്കലായിരുന്നില്ല, മറിച്ച് അൽഖ്വയ്ദയെ വളർത്താനുള്ള പണം കണ്ടെത്തലായിരുന്നു. സൗദിയിൽ നിന്ന് പുറത്തായതോടെ ഒസാമ കൂടുതൽ അപകടകാരിയായി മാറി. ഇനി ആരെയും പേടിക്കാനില്ല. തൻ്റെ മാതൃരാജ്യം തന്നെ പുറത്താക്കി, തൻ്റെ പൗരത്വം റദ്ദാക്കി, കുടുംബം തന്നെ തള്ളിപ്പറഞ്ഞു. ഇതിനൊക്കെ കാരണക്കാർ അമേരിക്കയാണെന്ന് അവൻ ഉറപ്പിച്ചു. സുഡാനിലെ ചൂടേറിയ പകലുകളിൽ അവൻ തൻ്റെ അടുത്ത നീക്കങ്ങൾ ആലോചിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തോട് ഒറ്റയ്ക്ക് പോരാടാൻ ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യൻ്റെ ഏകാന്തതയും വാശിയും അവനിൽ നിറഞ്ഞു നിന്നു. ഇനി അവൻ്റെ മുന്നിൽ അതിർത്തികളില്ല, നിയമങ്ങളില്ല, ഉള്ളതൊരൊറ്റ ലക്ഷ്യം മാത്രം: അമേരിക്കയെ തകർക്കുക. അതിലേക്കുള്ള യാത്രയുടെ ആദ്യ ചുവടുകൾ സുഡാനിലെ മണ്ണിൽ അവൻ വയ്ക്കാൻ തുടങ്ങുകയായിരുന്നു. സുഡാനിലെ ഖാർത്തൂമിൽ വിമാനമിറങ്ങിയ ഒസാമയെ കാത്തിരുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമായിരുന്നു. റിയാദിലെ ആഡംബരമോ അഫ്ഗാനിലെ വെടിയൊച്ചമറോ അവിടെ ഉണ്ടായിരുന്നില്ല. പകരം ഉഷ്ണക്കാറ്റ് വീശുന്ന നീല നൈൽ നദിയും വെള്ള നൈൽ നദിയും കൂടിച്ചേരുന്ന ഒരു ശാന്തമായ നഗരം. ഒസാമ അവിടെ ഒരു പുതിയ അവതാരമെടുത്തു. പഴയ പട്ടാളക്കുപ്പായം മാറ്റി വെള്ള ജുബ്ബയും തലപ്പാവും അണിഞ്ഞ് കയ്യിലൊരു വടിയും പിടിച്ചു നടക്കുന്ന ഒരു ശരാശരി സുഡാനീസ് കർഷകനെ പോലെ അവൻ മാറി. ആരും കണ്ടാൽ പറയില്ല, ഇതാണ് ലോകം വിറപ്പിക്കാൻ പോകുന്ന ഭീകരനെന്ന്. അബൂ അബ്ദുള്ള എന്നായിരുന്നു അവിടെ അവൻ അറിയപ്പെട്ടിരുന്നത്. സുഡാനിൽ ഒസാമ ചെയ്ത കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അവൻ അവിടെ ബോംബുണ്ടാക്കുകയായിരുന്നില്ല, മറിച്ച് കൃഷി ചെയ്യുകയായിരുന്നു. അതെ, സൺഫ്ലവർ അഥവാ സൂര്യകാന്തി പൂക്കൾ കൃഷി ചെയ്യുക, എള്ളു വിതയ്ക്കുക, തണ്ണിമത്തൻ വിളയിക്കുക, ഇതൊക്കെയായിരുന്നു അവൻ്റെ പ്രധാന പണി. അൽ ഹിജറ എന്ന പേരിൽ ഒരു നിർമ്മാണ കമ്പനിയും വാദി അൽ അക്കീഖ് എന്ന പേരിൽ ഒരു കാർഷിക കമ്പനിയും അവൻ തുടങ്ങി. സുഡാനിലെ വരണ്ട മണ്ണിൽ എന്തു വിളയിക്കാമെന്ന് അവൻ പരീക്ഷിച്ചു നോക്കി. വലിയ ട്രാക്ടറുകൾ ഓടിച്ചും കൃഷിയിടങ്ങളിലൂടെ കുതിരസവാരി നടത്തിയും അവൻ സമയം ചെലവഴിച്ചു. എന്നാൽ ഒസാമയുടെ ഏറ്റവും വലിയ സംഭാവന അതൊന്നുമായിരുന്നില്ല. ഖാർത്തൂമിൽ നിന്ന് പോർട്ട് സുഡാനിലേക്കുള്ള ഹൈവേ, ഏകദേശം 1200 കിലോമീറ്റർ നീളമുള്ളൊരു വമ്പൻ റോഡ്. സുഡാനിലെ ജനങ്ങൾക്ക് അതൊരു സ്വപ്നമായിരുന്നു. ഒസാമ തൻ്റെ എഞ്ചിനീയറിംഗ് ബുദ്ധിയും പണവും ഉപയോഗിച്ച് ആ റോഡ് പണിതു നൽകി. ഇന്നും സുഡാനിലെ ജനങ്ങൾ ആ റോഡിലൂടെ പോകുമ്പോൾ ഒസാമയെ ഓർക്കാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പുറമേ നിന്നുള്ളവർക്ക് തോന്നും ഒസാമ ആകെ നന്നായി എന്ന്. ബിസിനസ്സിൽ ശ്രദ്ധിച്ച് ലാഭമുണ്ടാക്കി കുടുംബത്തോടൊപ്പം സമാധാനമായി ജീവിക്കാൻ അവൻ തീരുമാനിച്ചുവെന്ന് CIA പോലും തെറ്റിദ്ധരിച്ചു പോയ നിമിഷങ്ങൾ. പക്ഷേ ഈ സൂര്യകാന്തി പാടങ്ങൾക്കും ടാർ റോഡുകൾക്കും അടിയിൽ മറ്റൊന്നുണ്ടായിരുന്നു. ഒസാമയുടെ കമ്പനികളിൽ ജോലിക്കാരായി വന്നിരുന്നത് സാധാരണക്കാരല്ലായിരുന്നു. അഫ്ഗാൻ യുദ്ധം കഴിഞ്ഞ് തൊഴിലില്ലാതെ അലയുന്ന പഴയ പോരാളികൾ, ഈജിപ്തിലെയും അൾജീരിയയിലെയും ജയിലുകളിൽ നിന്ന് രക്ഷപ്പെട്ടവർ, ഇവരൊക്കെയായിരുന്നു അവിടെ ട്രാക്ടർ ഓടിച്ചിരുന്നത്. പകൽ അവർ മണ്ണിൽ പണിയെടുക്കും, രാത്രിയാകുമ്പോൾ ആ കൃഷിയിടങ്ങൾ പരിശീലന ക്യാമ്പുകളായി മാറും. ഒസാമ അവർക്ക് ശമ്പളവും താമസ സൗകര്യവും നൽകി സംരക്ഷിച്ചു. ചുരുക്കത്തിൽ ലോകത്തിലെ എല്ലാ ഭീകരർക്കും സുരക്ഷിതമായി വന്ന് താമസിക്കാനുള്ള ഒരു 5 സ്റ്റാർ റിസോർട്ടായി ഒസാമ സുഡാനെ മാറ്റിയിരുന്നു. ഒസാമയുടെ ഖാർത്തൂമിലെ വീട് എപ്പോഴും സജീവമായിരുന്നു. 3 ഭാര്യമാരും മക്കളും അടങ്ങുന്ന വലിയ കുടുംബം. അവൻ്റെ മക്കൾക്ക് ആ വീട് ഒരു അത്ഭുത ലോകമായിരുന്നു. മുറ്റത്ത് കുതിരകൾ, നായ്ക്കൾ, വിവിധതരം പക്ഷികൾ. ഒസാമ മക്കളെ കൂട്ടി നൈൽ നദിക്കരയിൽ പിക്നിക്കിന് പോകും. അവരോടൊപ്പം ഫുട്ബോൾ കളിക്കും. അവൻ്റെ മകൻ ഒമർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഉപ്പ ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുപോയി മണലിൽ കിടത്തി ഉറക്കുമായിരുന്നു. സുഖസൗകര്യങ്ങളില്ലാതെ ജീവിക്കാൻ പഠിക്കണം എന്നെപ്പോഴും പറയുമായിരുന്നു. കാഠിന്യമുള്ള ജീവിതം ശീലിക്കാൻ വേണ്ടിയായിരുന്നു ആ പരിശീലനം. ഇതിനിടയിൽ ഒസാമയുടെ ബിസിനസ് സാമ്രാജ്യം വളർന്നു. തുകൽ സംസ്കരണം, ഫർണിച്ചർ നിർമ്മാണം, എന്തിന് ബേക്കറി വരെ അവൻ നടത്തിയിരുന്നു. പക്ഷേ സുഡാൻ സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. റോഡ് പണിത വകയിൽ ഒസാമയ്ക്ക് കിട്ടാനുള്ള കോടിക്കണക്കിന് രൂപ സർക്കാർ നൽകിയില്ല. പകരം അവർ അവന് ഭൂമി പതിച്ചു നൽകി. പക്ഷേ മണൽ വിറ്റാൽ തോക്ക് വാങ്ങാൻ കിട്ടില്ലല്ലോ. ഒസാമയുടെ കയ്യിലെ പണം മെല്ലെ തീർന്നു തുടങ്ങി. പണ്ട് വെള്ളം പോലെ പണം ചെലവാക്കിയിരുന്ന ഒസാമ ഇപ്പോൾ
ഓരോ ചെലവും കണക്ക് കൂട്ടി നോക്കാൻ തുടങ്ങി. അതിനിടെയാണ് മറ്റൊരു രസകരമായ കാര്യം. അക്കാലത്ത് ലോകപ്രശസ്തനായ മറ്റൊരു പിടികിട്ട പുള്ളി കൂടി സുഡാനിലുണ്ടായിരുന്നു. കാർലോസ് ദി ജാക്കൽ. വിപ്ലവകാരിയും കൊലയാളിയുമായ കാർലോസ് ഒസാമ താമസിച്ചിരുന്ന അതേ തെരുവിനടുത്തായിരുന്നു കാർലോസും താമസിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. 2 ഭീകരർ ഒരേ നഗരത്തിൽ ഒരേ സമയത്ത്. അവർ തമ്മിൽ കണ്ടിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. എങ്കിലും അതൊരു വിചിത്രമായ യാദൃച്ഛികതയായിരുന്നു. തീവ്രവാദികളുടെ ഒരു ആഗോള സമ്മേളനം പോലെയായിരുന്നു അന്നത്തെ ഖാർത്തൂം. പുറമേ ശാന്തമായിരുന്നെങ്കിലും ഒസാമയുടെ ഉള്ളിൽ അമേരിക്കയോടുള്ള പക കനലായി എരിയുന്നുണ്ടായിരുന്നു. 1993 സൊനാലിയയിൽ വെച്ച് അമേരിക്കൻ സൈനികർ ആക്രമിക്കപ്പെട്ടപ്പോൾ അതിന് പിന്നിൽ ഒസാമയുടെ ആളുകളാണെന്ന് അഭ്യൂഹം പരന്നു. ബ്ലാക്ക് ഹോക്ക് ഡൗൺ എന്ന് നമ്മൾ സിനിമയിൽ കണ്ട ആ സംഭവം. ഒസാമ അത് പരസ്യമായി സമ്മതിച്ചില്ലെങ്കിലും തൻ്റെ അനുയായികൾക്ക് അവിടെ പരിശീലനം നൽകിയിട്ടുണ്ടെന്ന് അവൻ പിന്നീട് അവകാശപ്പെട്ടിരുന്നു. ഇത് അമേരിക്കയുടെ ശ്രദ്ധ സുഡാനിലേക്ക് തിരിക്കാൻ കാരണമായി. ഒരു സിവിലിയൻ കോൺട്രാക്ടർ എന്ന മുഖം മൂടി അഴിഞ്ഞു വീഴാൻ തുടങ്ങുകയായിരുന്നു. സുഡാനിലെ ജീവിതം ഒസാമ വിചാരിച്ചത്ര സുരക്ഷിതമായിരുന്നില്ല. ശത്രുക്കൾ അവനെ തേടി പിടിക്കാൻ തുടങ്ങിയിരുന്നു. 1994 റിയാദിലെ ഒരു പള്ളിയിൽ വെച്ച് ഒസാമയുടെ ജീവന് ഭീഷണിയുണ്ടായി. ഇതിനൊക്കെ പുറമെ അവൻ്റെ സ്വന്തം വീട്ടിൽ വെച്ചും ഒരു വധശ്രമം നടന്നു. തക്ഫീരികൾ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം തീവ്രവാദികൾ ഒസാമ മതിയായ ഇസ്ലാമിക ചിട്ടകൾ പാലിക്കുന്നില്ലെന്ന് ആരോപിച്ച് അവൻ്റെ ഗസ്റ്റ് ഹൗസ് ആക്രമിച്ചു. വെടിയൊച്ച കേട്ടതും ഒസാമ തൻ്റെ കിടപ്പുമുറിയിൽ നിന്ന് AK-47 തോക്കുമെടുത്ത് പുറത്തേക്ക് ചാടി. അവൻ്റെ അംഗരക്ഷകർ അക്രമികളെ വെടിവീഴ്ചു വീഴ്ത്തി. ആ സംഭവത്തിൽ ഒസാമ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. സ്വന്തം അനുയായികളിൽ നിന്ന് പോലും ഭീഷണിയുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ഈ സമയത്താണ് ഒസാമയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി ലഭിക്കുന്നത്. അവൻ്റെ മാതൃരാജ്യമായ സൗദി അറേബ്യ അവനെതിരെ കടുത്ത നടപടി സ്വീകരിച്ചു. 1994 സൗദി ഭരണകൂടം ഒസാമയുടെ പൗരത്വം റദ്ദാക്കി. ഇനി മുതൽ അവൻ സൗദി പൗരനല്ല, വെറും ഒരു രാജ്യമില്ലാത്ത മനുഷ്യൻ. പോരാത്തതിന് സൗദിയിലുള്ള അവൻ്റെ എല്ലാ സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു. കുടുംബം അവനുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു. ശതകോടീശ്വരനായിരുന്ന ഒസാമ പെട്ടെന്ന് ദരിദ്രനായി മാറി. പണം വരാനുള്ള വഴികളെല്ലാം അടഞ്ഞു. പണം പോയത് ഒസാമയ്ക്ക് സഹിക്കാമായിരുന്നു. പക്ഷേ പൗരത്വം പോയത് അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാനൊരു കല്ലിനെ പോലെയാണ്, എനിക്ക് വേരുകളില്ല എന്ന് അവനൊരു സുഹൃത്തിനോട് പറഞ്ഞത് വലിയ സങ്കടത്തോടെയാണ്. പണമില്ലാതെ അൽ-ഖ്വയ്ദയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ചിന്ത അവനെ അലട്ടി. ഗസ്റ്റ് ഹൗസിലെ 100 കണക്കിന് അനുയായികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും അവൻ ബുദ്ധിമുട്ടി. ചിലപ്പോൾ വെറും റൊട്ടിയും തൈരും മാത്രമായിരുന്നു അവരുടെ ഭക്ഷണം. അമേരിക്കയും സൗദിയും സുഡാൻ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ഒസാമയെ അവിടെ വച്ചിരുന്നാൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നവർ ഭീഷണിപ്പെടുത്തി. സുഡാൻ ഒരു ദരിദ്ര രാജ്യമാണ്. അമേരിക്കയുടെ ഉപരോധം താങ്ങാനുള്ള ശേഷി അവർക്കില്ല. ഒടുവിൽ സുഡാൻ ഭരണകൂടം ഗതികെട്ട് ഒസാമയോട് പറഞ്ഞു, ക്ഷമിക്കണം, നിങ്ങൾ ഇവിടെ നിന്ന് പോയേ തീരൂ, ഞങ്ങൾക്ക് വേറെ വഴിയില്ല. 5 വർഷം കൊണ്ട് താൻ പടുത്തുയർത്തിയതെല്ലാം ഉപേക്ഷിച്ചു പോകണം. താൻ പണിത റോഡുകൾ, താൻ നട്ടുവളർത്തിയ സൂര്യകാന്തി പാടങ്ങൾ, തൻ്റെ കുതിരകൾ എല്ലാം അവിടെ ഉപേക്ഷിക്കണം. എവിടേക്ക് പോകും? അതാണ് അടുത്ത ചോദ്യം. സൗദിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, അവിടെ ജയിൽ കാത്തിരിക്കുന്നു. ഈജിപ്തിലോ ജോർദാനിലോ പോയാൽ അവർ പിടിച്ച് അമേരിക്കയ്ക്ക് കൊടുക്കും. യൂറോപ്പ് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒടുവിൽ ഒസാമയുടെ മുന്നിൽ അവശേഷിച്ചത് ഒരേ ഒരു വഴിയാണ്, അഫ്ഗാനിസ്ഥാൻ. നിയമങ്ങളില്ലാത്ത, ആരും ചോദിക്കാനില്ലാത്ത, തോക്കിൻ്റെ ഭാഷ മാത്രം സംസാരിക്കുന്ന അഫ്ഗാൻ മലനിരകൾ. അങ്ങോട്ട് തിരിച്ചു പോകാൻ അവൻ തീരുമാനിച്ചു. 1996 മെയ് മാസം ചൂട് കത്തി നിൽക്കുന്ന ഒരു ഉച്ചനേരത്ത് ഒസാമയും കുടുംബവും വിശ്വസ്തരായ കുറച്ചുപേരും ഖാർത്തൂം വിമാനത്താവളത്തിലെത്തി. ചാർട്ടർ ചെയ്ത ഒരു പഴയ വിമാനത്തിലാണ് യാത്ര. കയ്യിലുണ്ടായിരുന്ന കാർഷിക ഉപകരണങ്ങളും നിർമ്മാണ യന്ത്രങ്ങളും എല്ലാം അവൻ സുഡാൻ സർക്കാരിന് വിട്ടു നൽകി, ഒരൊറ്റ രൂപ പോലും പ്രതിഫലം വാങ്ങാതെ. വിമാനം പറന്നുയരുമ്പോൾ താഴെ താനുണ്ടാക്കിയ സാമ്രാജ്യം ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതാകുന്നത് അവൻ ജനാലയിലൂടെ കണ്ടു. കയ്യിൽ പണമില്ല, സ്വന്തമായി രാജ്യമില്ല, ലോകം മുഴുവൻ ശത്രുക്കൾ. പക്ഷേ ഒസാമയുടെ കണ്ണുകളിൽ പരാജയഭാവമില്ലായിരുന്നു. പകരം അവിടെ തിളങ്ങിയിരുന്നത് പ്രതികാരത്തിൻ്റെ വെളിച്ചമായിരുന്നു. സുഡാനിലെ ഈ 5 വർഷം അവനെ പാകപ്പെടുത്തിയിരുന്നു. ഇനി ഒളിച്ചുകളിയില്ല, ഇനി നേരിട്ടുള്ള യുദ്ധം. അഫ്ഗാനിലെ ഗുഹകളിൽ ചെന്നിരുന്ന് തന്നെ നാടുകടത്തിയവർക്കും തന്നെ വേട്ടയാടുന്നവർക്കുമെതിരെ ഒരു കൊടുങ്കാട്ട് അഴിച്ചുവിടാൻ അവൻ തയ്യാറെടുക്കുകയായിരുന്നു. ശൂന്യമായ കൈകളോടെയാണ് അവൻ മടങ്ങുന്നതെങ്കിലും അവൻ്റെ മനസ്സു നിറയെ ലോകത്തെ ഞെട്ടിക്കാനുള്ള വലിയ പദ്ധതികളായിരുന്നു.
1996 സുഡാനിലെ ചൂടിൽ നിന്ന് ഒസാമ വിമാനമിറങ്ങിയത് അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദിലാണ്. പണ്ട് സോവിയറ്റ് യൂണിയനെതിരെ യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ കണ്ട ആവേശഭരിതമായ അഫ്ഗാനിസ്ഥാൻ ആയിരുന്നില്ല അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. ആകെ അരാജകത്വം. പല ഗോത്രത്തലവന്മാരും സ്ഥലത്തിനു വേണ്ടി തമ്മിലടിക്കുന്നു. എങ്ങും കള്ളന്മാരും കൊള്ളക്കാരും. ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്നാൽ ഒസാമയ്ക്ക് അവിടെ നിൽക്കാൻ ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. പാസ്പോർട്ടോ വിസയോ ആവശ്യമില്ലാത്ത, ആരും ചോദ്യം ചെയ്യാത്ത ഒരേയൊരു സ്ഥലം. ഈ സമയത്താണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എന്ന പുതിയൊരു ശക്തി ഉദിച്ചുയരുന്നത്. മദ്രസ വിദ്യാർത്ഥികൾ തുടങ്ങിയ ഈ പ്രസ്ഥാനം വെറും തോക്കുകൾ കൊണ്ടല്ല, കടുപ്പമേറിയ നിയമങ്ങൾ കൊണ്ടാണ് രാജ്യം പിടിച്ചത്. അവരുടെ നേതാവ് മുല്ല ഒമർ എന്ന ഒറ്റക്കണ്ണുള്ള, അധികം ആരും കണ്ടിട്ടില്ലാത്ത നിഗൂഢനായ മനുഷ്യനായിരുന്നു. ഒസാമയും മുല്ല ഒമറും തമ്മിലുള്ള കൂടിക്കാഴ്ച വളരെ രസകരമായിരുന്നു. രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നവർ. ഒസാമ കോടീശ്വരനായ അറബി, മുല്ല ഉമർ ആണെങ്കിൽ പുറം ലോകം കാണാത്ത ഗ്രാമീണൻ. പക്ഷേ അവർക്കൊരു പൊതുശത്രു ഉണ്ടായിരുന്നു, അമേരിക്ക. താലിബാൻ ഒസാമയ്ക്ക് അഭയം നൽകി. ഇതിനു പിന്നിൽ പഷ്തൂൻ വാലി എന്നൊരു ഗോത്ര നിയമമുണ്ട്. തങ്ങളുടെ വീട്ടിൽ അഭയം ചോദിച്ചു വരുന്ന അതിഥി, അവൻ കൊടും കുറ്റവാളിയാണെങ്കിൽ പോലും അവനെ സംരക്ഷിക്കുക എന്നത് പഷ്തൂണുകളുടെ അഭിമാന പ്രശ്നമാണ്. ഒസാമ താലിബാന്റെ വിശിഷ്ടാതിഥി ആയി മാറി. പകരം ഒസാമ താലിബാന് പണം നൽകി സഹായിച്ചു. തകർന്നു കിടക്കുന്ന അഫ്ഗാൻ ഭരിക്കാൻ താലിബാന് ഒസാമയുടെ സാമ്പത്തിക സഹായം അത്യാവശ്യമായിരുന്നു. അങ്ങനെ അതൊരു കൊടുക്കൽ വാങ്ങൽ ബന്ധമായി മാറി. തിരിച്ചു മലനിരകളിലെത്തിയ ഒസാമ തോറ ബോറയുടെ ഗുഹകളിൽ താവളമടിച്ചു. സുഡാനിലെ വില്ലയിലെ സുഖസൗകര്യങ്ങളെല്ലാം പോയി. കരണ്ടില്ല, നല്ല ഭക്ഷണമില്ല, കൊടും തണുപ്പ്. പക്ഷേ ഒസാമയ്ക്ക് അതൊന്നും പ്രശ്നമായിരുന്നില്ല. അവൻ അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ പഴയ ടൈപ്പ്റൈറ്ററിലും ഫാക്സ് മെഷീനിലും ലോകത്തോട് സംസാരിക്കാൻ തുടങ്ങി. 1996 ഓഗസ്റ്റിൽ അവൻ തൻ്റെ ആദ്യത്തെ യുദ്ധപ്രഖ്യാപനം അഥവാ ഫത്വ പുറപ്പെടുവിച്ചു. 2 പുണ്യഗേഹങ്ങളുടെ മണ്ണിൽ നിന്ന് അമേരിക്കക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു ആ പ്രഖ്യാപനത്തിൻ്റെ തലക്കെട്ട്. പണ്ട് സൗദിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിൻ്റെ പക മുഴുവൻ ആ വരികളിലുണ്ടായിരുന്നു. ലോകം ആദ്യം ഇതൊരു തമാശയായാണ് കണ്ടത്. ഏതോ ഒരു ഗുഹയിലിരുന്ന ഒരു താടിക്കാരൻ അമേരിക്കയെ വെല്ലുവിളിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ക്ലിന്റൺ പോലും ഇതിന് വലിയ പ്രാധാന്യം നൽകിയില്ല. എന്നാൽ ഒസാമയ്ക്ക് അറിയാമായിരുന്നു, ലോകം ശ്രദ്ധിക്കണമെങ്കിൽ വെറും കടലാസ് പോരാ എന്ന്. അവൻ പാശ്ചാത്യ മാധ്യമങ്ങളെ ഗുഹയിലേക്ക് ക്ഷണിച്ചു. CNN റിപ്പോർട്ടർ പീറ്റർ ആർനെറ്റ് നടത്തിയ ആ ഇന്റർവ്യൂ ഇന്നും പ്രശസ്തമാണ്. പുറകിൽ ചാക്കിൻ തുണി വിരിച്ച്, കയ്യിൽ AK-47 തോക്കും പിടിച്ച് വളരെ മൃദുലമായി സംസാരിക്കുന്ന ഒസാമ. ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ പലരും വിചാരിച്ചു, ഇയാളൊരു സന്യാസിയെപ്പോലെ ശാന്തനാണല്ലോ എന്ന്. പക്ഷേ ആ ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ളതായിരുന്നു. തൻ്റെ സന്ദേശം ലോകമെമ്പാടും എത്തിക്കാൻ ഒസാമ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചു. സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ച് അവൻ ലണ്ടനിലേക്കും പാകിസ്ഥാനിലേക്കും സന്ദേശങ്ങൾ അയച്ചു. പഴയ സുഹൃത്തുക്കളെ തിരിച്ചു വിളിച്ചു. സുഡാനിൽ വെച്ച് പിരിഞ്ഞുപോയ പലരും അഫ്ഗാനിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. അൽ-ഖ്വയ്ദ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ഇത്തവണ ലക്ഷ്യം അഫ്ഗാനോ റഷ്യയോ അല്ല, സാക്ഷാൽ അമേരിക്ക തന്നെയാണെന്ന് ഒസാമ തൻ്റെ അനുയായികളെ പഠിപ്പിച്ചു. 1998 ആയപ്പോഴേക്കും കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമായി. ഒസാമയുടെ വലംകൈയായ ഡോക്ടർ ഐമൻ അൽ സവാഹിറി തൻ്റെ സംഘടനയായ ഈജിപ്ഷ്യൻ ഇസ്ലാമിക് ജിഹാദിനെ അൽ-ഖ്വയ്ദയിൽ ലയിപ്പിച്ചു. അതോടെ ഒസാമയ്ക്ക് കൂർമ്മബുദ്ധിയുള്ള ഒരു ഉപദേശകനെ മാത്രമല്ല, പരിചയസമ്പന്നരായ ഒരു പറ്റം കൊലയാളികളെയും കൂടി ലഭിച്ചു. അവർ ചേർന്ന് ജൂതന്മാർക്കും കുരിശുയുദ്ധക്കാർക്കുമെതിരായ ലോക ഇസ്ലാമിക് മുന്നണി രൂപീകരിച്ചു. എന്നിട്ട് പുതിയൊരു ഫത്വ ഇറക്കി. പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ പറഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു. അമേരിക്കക്കാരനെയും അവരുടെ സഖ്യകക്ഷികളെയും കൊല്ലുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും വ്യക്തിപരമായ കടമയാണ്, അത് പട്ടാളക്കാരായാലും സാധാരണക്കാരായാലും എന്ന്. വാക്കുകൾക്ക് മൂർച്ച കൂടിയതോടെ പ്രവൃത്തിക്കും വേഗത കൂടി. 1998 ഓഗസ്റ്റ് 7 ഒരു സാധാരണ വെള്ളിയാഴ്ച രാവിലെ കിഴക്കൻ ആഫ്രിക്കയിലെ കെനിയയിലെ നൈറോബിയിലും ടാൻസാനിയയിലെ ദാറെസ്സലാമിലുമുള്ള അമേരിക്കൻ എംബസികൾ പതിവ് പോലെ പ്രവർത്തിക്കുകയായിരുന്നു. രാവിലെ ഏകദേശം 10:30 സമയം നൈറോബിയിലെ എംബസിയുടെ പിൻവാതിലിലൂടെ ഒരു ട്രക്ക് പാഞ്ഞു വന്നു. സെക്യൂരിറ്റി ഗാർഡുകൾ തടയാൻ ശ്രമിച്ചെങ്കിലും നിമിഷങ്ങൾക്കകം അവിടെ വലിയൊരു സ്ഫോടനം നടന്നു. തൊട്ടു പിന്നാലെ 100 കണക്കിന് കിലോമീറ്റർ അകലെ ദാറെസ്സലാമിലും സമാനമായ സ്ഫോടനം.
ലോകം ഞെട്ടിത്തരിച്ചു. ഒരേ സമയം 2 വ്യത്യസ്ത രാജ്യങ്ങളിൽ ഒരേ രീതിയിൽ ആക്രമണം നടത്തുക എന്നത് ചെറിയ കാര്യമല്ല. കൃത്യമായ ആസൂത്രണം അതിന് പിന്നിലുണ്ടായിരുന്നു. 200-ലധികം ആളുകൾ മരിച്ചു, ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. അതിൽ ഭൂരിഭാഗവും ആഫ്രിക്കൻ സ്വദേശികളായിരുന്നു. TV സ്ക്രീനുകളിൽ പുകയുയരുന്ന എംബസിയുടെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ CIA-ക്ക് കാര്യം മനസ്സിലായി. ഇത് ആ ഗുഹയിലിരിക്കുന്ന കർഷകൻ ഒസാമയുടെ പണിയാണ്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ആകെ പ്രതിസന്ധിയിലായിരുന്നു. മോണിക്ക ലെവിൻസ്കി വിവാദം കത്തി നിൽക്കുന്ന സമയം. എന്നാൽ ഈ സ്ഫോടനം അദ്ദേഹത്തെ ഉണർത്തി. തിരിച്ചടി നൽകാൻ അദ്ദേഹം ഉത്തരവിട്ടു. ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച്. കടലിൽ നിന്ന് ക്രൂയിസ് മിസൈലുകൾ ചീറിപ്പാഞ്ഞു. സുഡാനിലെ ഒരു മരുന്നു ഫാക്ടറിയും അഫ്ഗാനിസ്ഥാനിലെ ഒസാമയുടെ പരിശീലന ക്യാമ്പുകളുമായിരുന്നു ലക്ഷ്യം. അഫ്ഗാനിലെ ക്യാമ്പുകളിൽ മിസൈലുകൾ വീണ് ഛിന്നഭിന്നമായി. എന്നാൽ വിധി ഒസാമയ്ക്ക് അനുകൂലമായിരുന്നു. മിസൈലുകൾ വീഴുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഒസാമ ആ ക്യാമ്പ് വിട്ടുപോയിരുന്നു. ആരോ വിവരം ചോർത്തി നൽകിയതാണോ അതോ ഭാഗ്യമാണോ എന്നും ഇന്നും വ്യക്തമല്ല. 75-ലധികം ടോമാഹോക്ക് മിസൈലുകൾ അമേരിക്ക തൊടുത്തുവിട്ടു. ഒരെണ്ണം പോലും ഒസാമയുടെ ദേഹത്ത് കൊണ്ടില്ല. ഈ സംഭവം ഒസാമയുടെ ഗ്രാഫ് കുത്തനെ ഉയർത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അയച്ച മിസൈലുകളെ അതിജീവിച്ചവൻ എന്ന പരിവേഷം അവന് ലഭിച്ചു. ഇസ്ലാമിക ലോകത്തെ പല യുവാക്കൾക്കും ഒസാമ ഒരു ഹീറോ ആയി മാറി. അമേരിക്കയെ വെല്ലുവിളിക്കാൻ കഴിവുള്ള ഒരേയൊരു നേതാവ്. ഈ ആക്രമണത്തോടെ ഒസാമ ബിൻ ലാദൻ എന്ന പേര് FBI-യുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിലെ ആദ്യ 10 പേരിൽ ഒരാളായി. അവന്റെ തലയ്ക്ക് $5 മില്യൺ വിലയിട്ടു. പക്ഷേ തോറാബോറയിലെ ഇരുട്ടിലിരുന്ന് ഒസാമ ചിരിക്കുകയായിരുന്നു. അമേരിക്ക തന്നെ വേട്ടയാടാൻ വരുന്നത് അവൻ ആഗ്രഹിച്ച കാര്യമായിരുന്നു. കാരണം അവർ തന്റെ ഗുഹയിലേക്ക് വന്നാൽ റഷ്യയ്ക്ക് പറ്റിയ അതേ അബദ്ധം അമേരിക്കയ്ക്കും പറ്റുമെന്ന് അവൻ കണക്കുകൂട്ടി. വലിയൊരു കെണി അവൻ ഒരുക്കുകയായിരുന്നു. അതിലേക്കുള്ള ഇരകൾ വരാൻ തുടങ്ങിയിട്ടേയുണ്ടായിരുന്നുള്ളൂ. ലോകം മുഴുവൻ പുതിയൊരു സഹസ്രാബ്ദത്തിലേക്ക്, അതായത് 2000 എന്ന വർഷത്തിലേക്ക് കടക്കുകയാണ്. കമ്പ്യൂട്ടറുകൾ തകരാറിലാകുമോ എന്നുവരെ ആളുകൾ ഭയപ്പെട്ടിരുന്ന Y2K കാലഘട്ടം. എന്നാൽ ഒസാമയുടെ മനസ്സിലെ ടൈമർ സെറ്റ് ചെയ്തിരുന്നത് വേറൊരു വലിയ സ്ഫോടനത്തിനു വേണ്ടിയായിരുന്നു. എംബസി സ്ഫോടനങ്ങൾക്ക് ശേഷം CIA ഒസാമയെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും അയാൾ അഫ്ഗാനിലെ ഏതോ മലയിടുക്കിൽ ഒളിച്ചിരിക്കുകയാണെന്നാണ് അവർ കരുതിയത്. എന്നാൽ ഒസാമയുടെ കണ്ണുകൾ അപ്പോഴേക്കും കരയിൽ നിന്ന് കടലിലേക്ക് നീങ്ങിയിരുന്നു. യമനിലെ ഏദൻ തുറമുഖം, തിരക്കേറിയ കപ്പൽച്ചാൽ. 2000 ഒക്ടോബർ 12 രാവിലെ. അവിടെ അമേരിക്കയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ USS കോൾ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയാണ് ആ ഭീമൻ കപ്പൽ അവിടെ എത്തിയത്. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന എന്ത് മിസൈലിനെയും തടുക്കാൻ കഴിവുള്ള ഉരുക്ക് കോട്ടയാണ് ആ കപ്പൽ. അതിന് കാവലായി തോക്കേന്തിയ നാവികരുണ്ട്. ആരും അടുക്കാൻ പോലും ഭയക്കുന്ന ഗാംഭീര്യം. എന്നാൽ ഉച്ചയോടടുക്കുമ്പോൾ ആ വലിയ കപ്പലിന്റെ അടുത്തേക്ക് ഒരു ചെറിയ ഫൈബർ ഗ്ലാസ് വള്ളം നീങ്ങി വരുന്നത് നാവികർ കണ്ടു. അതിൽ 2 പേരുണ്ടായിരുന്നു. അവർ കപ്പലിലെ സൈനികരെ നോക്കി കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. ആ വള്ളം മാലിന്യം നീക്കം ചെയ്യുന്ന വള്ളമാണെന്നോ അല്ലെങ്കിൽ സാധനങ്ങൾ എത്തിക്കുന്നവരാണെന്നോ ആണ് കപ്പലിലെ സൈനികർ കരുതിയത്. ആ കുഞ്ഞു വള്ളത്തിന് ആ വലിയ കപ്പലിനെ എന്തു ചെയ്യാൻ പറ്റും? അതായിരുന്നു അവരുടെ ചിന്ത. എന്നാൽ ആ വള്ളം നിറയെ RDX എന്ന സ്ഫോടക വസ്തുവായിരുന്നു. കപ്പലിന്റെ വശത്തേക്ക് ചേർത്തു നിർത്തിയ ആ വള്ളം പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. കടൽ നടുങ്ങുന്ന ശബ്ദം. USS കോളിന്റെ വശത്ത് 40 അടി വലിപ്പമുള്ള ഒരു വലിയ ഓട്ട തന്നെയുണ്ടായി. കപ്പലിന്റെ മെസ്സിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന 17 അമേരിക്കൻ നാവികർ തൽക്ഷണം കൊല്ലപ്പെട്ടു. 39 പേർക്ക് പരിക്കേറ്റു. വെള്ളം കുത്തിയൊലിച്ച് കപ്പലിനുള്ളിലേക്ക് കയറി. ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയുടെ അഭിമാനം യമനിലെ കടലിൽ മുങ്ങാൻ തുടങ്ങി. ഒരു ചെറിയ വള്ളം ഉപയോഗിച്ച് ഒരു യുദ്ധക്കപ്പലിനെ തകർക്കാമെന്ന് ഒസാമ തെളിയിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ഒളിസങ്കേതത്തിലിരുന്ന് ഈ വാർത്ത കേട്ട ഒസാമ ആവേശഭരിതനായി. കണ്ടോ, അമേരിക്ക വെറുമൊരു കടലാസു പുലിയാണ്. വലിയ വലിപ്പമൊക്കെ ഉണ്ടെന്നേയുള്ളൂ. ഒരു ചെറിയ തീപ്പെട്ടി കൊള്ളി മതി അതിനെ കത്തിക്കാൻ എന്നവൻ അനുയായികളോട് പറഞ്ഞു. ഇതിനെക്കുറിച്ച് അവനൊരു കവിത പോലും എഴുതി.
തൻ്റെ മകൻ്റെ കല്യാണത്തിന് ഈ കവിത ചൊല്ലി അവൻ ആനന്ദ നൃത്തം ചവിട്ടി. കടലിലെ ഈ വിജയം അൽ-ഖ്വയ്ദയിലേക്ക് കൂടുതൽ പണം വരാൻ കാരണമായി. അമേരിക്കയെ തൊടാൻ ആർക്കും ധൈര്യമില്ലാതിരുന്ന കാലത്ത് അവരുടെ കപ്പൽ തകർത്തത് അറബ് ലോകത്തെ ധനികരെ ആവേശം കൊള്ളിച്ചു. പക്ഷേ USS കോൾ വെറുമൊരു ട്രെയിലർ മാത്രമായിരുന്നു. യഥാർത്ഥ സിനിമയുടെ തിരക്കഥ അപ്പോൾ ഒസാമയുടെ മേശപ്പുറത്ത് തയ്യാറാകുന്നുണ്ടായിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രം ഒസാമയായിരുന്നില്ല, മറിച്ച് മുക്താർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് ആയിരുന്നു. KSM എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ഇയാൾ 1993 വേൾഡ് ട്രേഡ് സെന്ററിൽ ബോംബ് വെച്ച റംസി യൂസഫിന്റെ അമ്മാവനായിരുന്നു. തടിച്ച ശരീരപ്രകൃതിയും കട്ടിമീശയുമുള്ള ഇയാൾ ഒസാമയെ കാണാൻ വരുന്നത് ഒരു വിചിത്രമായ ആശയവുമായാണ്. നമുക്ക് വിമാനങ്ങൾ തട്ടിയെടുക്കണം, എന്നിട്ട് അത് മിസൈലുകളെ പോലെ അമേരിക്കയുടെ കെട്ടിടങ്ങളിലേക്ക് ഇടിച്ചിറക്കണം. ഇതായിരുന്നു KSMന്റെ പ്ലാൻ. ആദ്യം കേട്ടപ്പോൾ ഒസാമയ്ക്ക് അത് നടക്കുമെന്ന് തോന്നിയില്ല. ഇത് അധിക പ്രസംഗമാണ് എന്ന് പറഞ്ഞ ആദ്യം അത് തള്ളിക്കളഞ്ഞു. എന്നാൽ KSM വിട്ടില്ല. അയാൾ വീണ്ടും വീണ്ടും ഒസാമയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഒടുവിൽ ഒസാമ സമ്മതിച്ചു. അങ്ങനെ പ്ലെയിൻസ് ഓപ്പറേഷൻ എന്ന കോഡ് നാമത്തിൽ ആ പദ്ധതിക്ക് പച്ചക്കൊടി കാണിച്ചു. വിമാനങ്ങൾ റാഞ്ചാൻ തയ്യാറാണ്. പക്ഷെ ആരാണ് അത് ഓടിക്കുക? അഫ്ഗാനിസ്ഥാനിലെ ഗോത്രവർഗക്കാരായ പോരാളികളെ കൊണ്ട് അത് നടക്കില്ലെന്ന് ഒസാമയ്ക്ക് അറിയാമായിരുന്നു. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, പാശ്ചാത്യ രീതിയിൽ ജീവിക്കാൻ അറിയില്ല. അമേരിക്കൻ എയർപോർട്ടിൽ ചെന്നാൽ അപ്പോൾ തന്നെ പിടിക്കപ്പെടും. ഈ ദൗത്യത്തിന് വേണ്ടത് വിദ്യാഭ്യാസ സമ്പന്നരായ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന, പാശ്ചാത്യ വേഷം ധരിക്കുന്ന ആളുകളെയാണ്. ആ അന്വേഷണം ചെന്നെത്തിയത് ജർമ്മനിയിലെ ഹാംബർഗിലാണ്. ഹാംബർഗിലെ മാരിയൻസ്ട്രാസ് 54 എന്ന വിലാസത്തിൽ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അവിടെ താമസിച്ചിരുന്നത് അറബ് നാട്ടിൽ നിന്ന് പഠിക്കാൻ വന്ന കുറച്ച് വിദ്യാർത്ഥികളാണ്. മുഹമ്മദ് അത്ത, മർവാൻ അൽ ഷെഹി, സിയാദ് ജാറ എന്നിവർ. ഇവർ സാധാരണ തീവ്രവാദികളെ പോലെ ആയിരുന്നില്ല. നല്ല വസ്ത്രം ധരിക്കുന്ന, യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന, കാമുകിമാരുള്ള യുവാക്കൾ. പക്ഷേ അവരുടെ ഉള്ളിൽ പാശ്ചാത്യ ലോകത്തോടുള്ള കടുത്ത വെറുപ്പ് പുകയുന്നുണ്ടായിരുന്നു. വെള്ളിയാഴ്ചകളിൽ അവർ ഒത്തുകൂടി അമേരിക്കയ്ക്കും ജൂതന്മാർക്കുമെതിരെ ചർച്ചകൾ നടത്തും. ഇവരാദ്യം വിചാരിച്ചത് ചെച്നിയയിൽ പോയി റഷ്യക്കാർക്കെതിരെ യുദ്ധം ചെയ്യാനാണ്. അങ്ങനെ അവർ അഫ്ഗാനിസ്ഥാനിലേക്ക് വണ്ടി കയറി. ട്രെയിനിലും ബസ്സിലുമായി അവർ കാന്തഹാർ എത്തിയപ്പോൾ ഒസാമയുടെ അനുയായികൾക്ക് മനസ്സിലായി ഇവരാണ് തങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക ആളുകളെന്ന്. ഒസാമ അവരെ നേരിട്ട് കാണാൻ വിളിപ്പിച്ചു. നിങ്ങൾക്ക് ചെയ്യാൻ ഇതിലും വലിയൊരു കാര്യമുണ്ട്. നിങ്ങൾ തിരിച്ചുപോയി വിമാനം പറത്താൻ പഠിക്കണം എന്ന് ഒസാമ അവരോട് പറഞ്ഞു. മുഹമ്മദ് അത്തയായിരുന്നു ആ സംഘത്തിന്റെ തലവൻ. ഈജിപ്തുകാരനായ ഇയാൾക്ക് മുഖത്തെപ്പോഴും ഒരു ഗൗരവഭാവമായിരുന്നു. ഒരിക്കലും ചിരിക്കാത്ത മനുഷ്യൻ. ഒസാമയുടെ വാക്ക് കേട്ട് അവർ വിമാനം പറത്താൻ തയ്യാറായി. പക്ഷേ എവിടെ പഠിക്കും? ഏറ്റവും എളുപ്പത്തിൽ പൈലറ്റ് ലൈസൻസ് കിട്ടുന്ന സ്ഥലം അമേരിക്ക തന്നെയാണ്. അങ്ങനെ അമേരിക്കയെ തകർക്കാനുള്ള പരിശീലനം നേടാൻ അവർ അമേരിക്കയിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ 2000ന്റെ പകുതിയോടെ അത്തയും സംഘവും അമേരിക്കയിലെത്തി. ഫ്ലോറിഡയിലെ വെയിൽസിലേക്ക് അവർ ചേക്കേറി. അവിടെയുള്ള ഫ്ലൈറ്റ് സ്കൂളുകളിൽ അഡ്മിഷൻ എടുത്തു. അയൽവാസികൾക്ക് ഇവർ വെറും വിദേശ വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു. അവർ ജീൻസ് ധരിച്ചു, പിസ്സ കഴിച്ചു, ഷോപ്പിംഗ് മാളുകളിൽ പോയി. പക്ഷേ അവരുടെ ലാപ്ടോപ്പുകളിൽ നിറയെ വിമാനങ്ങളുടെ കോക്പിറ്റ് ചിത്രങ്ങളും ബോയിംഗ് വിമാനങ്ങളുടെ മാനുവലുകളുമായിരുന്നു. ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർമാർക്ക് ഇവരെക്കുറിച്ച് ചില സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഇവർക്ക് വിമാനം പറത്താൻ പഠിക്കണം, പക്ഷേ അത് ലാൻഡ് ചെയ്യാൻ പഠിക്കുന്നതിൽ വലിയ താൽപ്പര്യമില്ലായിരുന്നു. ആകാശത്ത് വെച്ച് വിമാനം എങ്ങനെ നിയന്ത്രിക്കാമെന്ന് മാത്രം പഠിപ്പിച്ചാൽ മതി എന്നായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ ആരും അത് FBI അറിയിച്ചില്ല. ചെറിയ വിമാനങ്ങളിൽ നിന്ന് തുടങ്ങി വലിയ ജെറ്റ് വിമാനങ്ങളുടെ സിമുലേറ്ററുകളിലേക്ക് അവർ മാറി. ഇതിനിടയിൽ ഒസാമ അഫ്ഗാനിലിരുന്ന് പണം അഴിച്ചുകൊണ്ടിരുന്നു. ദുബായ് വഴിയാണ് പണം കൈമാറിയിരുന്നത്. ഓപ്പറേഷന്റെ ഓരോ ഘട്ടവും KSM നിരീക്ഷിച്ചു. കാര്യങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ അവർ കോഡ് ഭാഷയാണ് ഉപയോഗിച്ചത്. വാസ്തുവിദ്യ എന്നായിരുന്നു വേൾഡ് ട്രേഡ് സെന്ററിനെ വിളിച്ചിരുന്നത്. പെൻസിൽ എന്നായിരുന്നു പെന്റഗണിന്റെ പേര്. ലോകം മുഴുവൻ USS കോർ ആക്രമണത്തിന്റെ ഞെട്ടലിൽ നിൽക്കുമ്പോൾ അതിലും ഭീകരമായ ഒന്ന് തങ്ങളുടെ തലയ്ക്ക് മുകളിൽ രൂപപ്പെടുന്നുണ്ടെന്ന് ആരും അറിഞ്ഞില്ല. അമേരിക്കൻ മണ്ണിൽ, അമേരിക്കൻ വിമാനങ്ങളിൽ, അമേരിക്കൻ പൗരന്മാർക്കൊപ്പമിരുന്ന് ആ കൊലയാളികൾ അവരുടെ അവസാന യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയായിരുന്നു. 2001 സെപ്റ്റംബർ 11 ന്യൂയോർക്ക് നഗരത്തിൽ അന്ന് പതിവില്ലാത്ത വിധം
തെളിഞ്ഞ നീലനിറമുള്ള ആകാശമായിരുന്നു. മഴമേഘങ്ങളില്ല, നല്ല സൂര്യപ്രകാശം. ടൈം സ്ക്വയറിലെ തിരക്കുകളിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നു. ഓഫീസുകളിൽ ജോലിക്കാർ കാപ്പി കുടിച്ച് കമ്പ്യൂട്ടറുകൾ ഓൺ ചെയ്യുന്നു. ലോകം മുഴുവൻ അന്ന് പതിവ് പോലെ ഉണർന്നെങ്കിലും ആ ദിവസം അവസാനിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഏടുകളിലൊന്നായിട്ടായിരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ബോസ്റ്റണിലെ ലോഗൻ എയർപോർട്ടിൽ മുഹമ്മദ് അത്തയും സംഘവും സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞ് വിമാനത്തിൽ കയറുമ്പോൾ അവരുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ബിസിനസ് ക്ലാസ് ടിക്കറ്റുകളുമായി കയ്യിൽ ചെറിയ കട്ടറുകൾ ഒളിപ്പിച്ചു പിടിച്ച് അവർ സീറ്റുകളിലിരുന്നു. രാവിലെ 7:59 അമേരിക്കൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് 11 പറന്നുയർന്നു. മിനിറ്റുകൾക്കകം വിമാനത്തിലെ അന്തരീക്ഷം മാറി. കോക്പിറ്റിലേക്ക് ഇരച്ചുകയറിയ അത്തയും സംഘവും പൈലറ്റുമാരെ കീഴ്പ്പെടുത്തി നിയന്ത്രണമേറ്റെടുത്തു. താഴെ കൺട്രോൾ ടവറിലിരുന്ന ഉദ്യോഗസ്ഥർക്ക് വിമാനത്തിൽ നിന്ന് വിചിത്രമായ സന്ദേശങ്ങൾ കേട്ടു തുടങ്ങി. ആരും അനങ്ങരുത്, ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുകയാണ്. എന്നാൽ വിമാനം പോയത് എയർപോർട്ടിലേക്കായിരുന്നില്ല. അത് നേരെ ന്യൂയോർക്കിലെ മാൻഹട്ടനിലേക്ക് തിരിച്ചു. രാവിലെ 8:46 വേൾഡ് ട്രേഡ് സെന്ററിൻ്റെ നോർത്ത് ടവറിലെ ജീവനക്കാർ ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആകാശത്തൊരു വലിയ ഇരമ്പൽ. നോക്കുമ്പോൾ ഒരു വലിയ യാത്രാവിമാനം കെട്ടിടത്തിന് നേരെ പാഞ്ഞു വരുന്നു. നിമിഷങ്ങൾക്കുള്ളത് വിമാനം ടവറിൻ്റെ 93-ാം നിലയ്ക്കും 99-ാം നിലയ്ക്കും ഇടയിലേക്ക് ഇടിച്ചു കയറി. ഒരു വലിയ സ്ഫോടനം. തീഗോളം ആകാശത്തേക്ക് ഉയർന്നു. കെട്ടിടം കുലുങ്ങി വിറച്ചു. താഴെ തെരുവിൽ നിന്നവർ കരുതിയത് പൈലറ്റിന് നിയന്ത്രണം വിട്ടു നടന്ന ഒരു അപകടമാണെന്നാണ്. അയ്യോ, ഏതോ വിമാനം വഴിതെറ്റി ഇടിച്ചു എന്ന ആളുകൾ പരിഭ്രാന്തരായി വിളിച്ചു പറഞ്ഞു. എന്നാൽ കൃത്യം 17 മിനിറ്റുകൾക്ക് ശേഷം ആ ധാരണ മാറി. യുണൈറ്റഡ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് 175 ദൂരെ നിന്ന് പാഞ്ഞു വരുന്നത് TV ക്യാമറകൾ തത്സമയം ഒപ്പിയെടുത്തു. ഇത്തവണ സംശയത്തിനിടമില്ലായിരുന്നു. ആ വിമാനം സൗത്ത് ടവറിലേക്ക് വന്ന് ഇടിച്ചു കയറി. അതൊരു അപകടമല്ല, ആക്രമണമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞ നിമിഷം ന്യൂയോർക്കിലെ തെരുവുകളിൽ ജനങ്ങൾ നിലവിളിച്ചുകൊണ്ട് ഓടി. ആകാശത്ത് നിന്ന് ഗ്ലാസ് ടീളുകളും കത്തിയെരിയുന്ന പേപ്പറുകളും മഴ പോലെ താഴേക്ക് പതിച്ചു. 2 ടവറുകളിൽ നിന്നും കറുത്ത പുക ആകാശത്തേക്ക് ഉയർന്നു. ഇതുകൊണ്ടും തീർന്നില്ല. വാഷിംഗ്ടൺ DC-യിലെ പെന്റഗൺ എന്ന അമേരിക്കൻ സൈനിക ആസ്ഥാനത്തേക്കും ഒരു വിമാനം ഇടിച്ചിറങ്ങി. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കെട്ടിടങ്ങളിലൊന്ന് കത്തിയെരിയുന്നത് കണ്ട് അമേരിക്കൻ ജനത വിറങ്ങലിച്ചുപോയി. 4ാമത്തെ വിമാനം യുണൈറ്റഡ് 93 വൈറ്റ് ഹൗസ് ലക്ഷ്യമാക്കി വരികയായിരുന്നു എന്ന് കരുതപ്പെടുന്നു. എന്നാൽ ആ വിമാനത്തിലെ ധീരരായ യാത്രക്കാർ റാഞ്ചുകൾക്കെതിരെ പോരാടി നമുക്ക് മരിക്കാം, പക്ഷേ ഇവർ വിചാരിച്ച സ്ഥലത്ത് ഇടിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവർ കോക്പിറ്റിലേക്ക് ഇരച്ചു കയറി. ഒടുവിൽ ആ വിമാനം പെൻസിൽവാനിയയിലെ ഒരു ഒഴിങ്ങൽ പാടത്ത് തകർന്നു വീണു. ന്യൂയോർക്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. ആയിരക്കണക്കിന് ഡിഗ്രി ചൂടിൽ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഉരുക്ക് തൂണുകൾ ഉരുകാൻ തുടങ്ങി. ആദ്യം സൗത്ത് ടവർ, പിന്നെ നോർത്ത് ടവർ. ചീട്ടുകൊട്ടാരം പോലെ ആ വലിയ കെട്ടിടങ്ങൾ താഴേക്ക് പതിച്ചു. സിമന്റും പൊടിയും ചേർന്ന് ഒരു വലിയ കൂൺമേഘം തെരുവിന് വിഴുങ്ങി. പകൽ സമയം രാത്രി പോലെ ഇരുണ്ടു. വെളുത്ത പൊടിയിൽ മുങ്ങിയ മനുഷ്യർ പ്രേതങ്ങളെപ്പോലെ തെരുവിലൂടെ നടന്നു നീങ്ങി. സൈറൺ വിളികളും നിലവിളികളും കൊണ്ട് നഗരം മുഖരിതമായി. ന്യൂയോർക്കിൽ സൂര്യൻ കത്തി നിൽക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ രാത്രിയുടെ ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. കാന്തഹാറിനടുത്തുള്ള ഒരു രഹസ്യ താവളത്തിൽ ഒസാമ ബിൻ ലാദനും ഐമൻ അൽ സവാഹിരിയും മറ്റു മുതിർന്ന നേതാക്കളും റേഡിയോയ്ക്ക് ചുറ്റും കൂടിയിരിക്കുകയായിരുന്നു. അവരുടെ കയ്യിൽ സാറ്റലൈറ്റ് TV ഉണ്ടായിരുന്നില്ല. അതിനാൽ BBC റേഡിയോയിലെ വാർത്തകളായിരുന്നു ഏക ആശ്രയം. അമേരിക്കയിൽ ആദ്യത്തെ വിമാനം ഇടിച്ചു എന്ന വാർത്ത വന്നപ്പോൾ ആ മുറിയിൽ ആരും ഞെട്ടിയില്ല. കാരണം അവർ കാത്തിരുന്ന വാർത്തയായിരുന്നു അത്. ദി പ്ലെയിൻസ് ഓപ്പറേഷൻ വിജയിച്ചു എന്നവർക്ക് മനസ്സിലായി. ഒസാമയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് വാച്ചിൽ സമയം നോക്കി. തൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചില്ലെന്ന് അവന് തോന്നി. 2ാമത്തെ വിമാനവും ഇടിച്ചു എന്ന വാർത്ത വന്നപ്പോൾ അവിടെ കൂടിയിരുന്നവർ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. ലോകം മുഴുവൻ കരയുമ്പോൾ ആ മലയിടുക്കിൽ ഒരു ചെറിയ സംഘം ആനന്ദ നൃത്തം ചവിട്ടുകയായിരുന്നു. ഒസാമ പിന്നീടൊരു വീഡിയോ ടേപ്പിൽ പറഞ്ഞത് വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. അവൻ്റെ എഞ്ചിനീയറിംഗ് ബുദ്ധി വെച്ച് അവൻ കരുതിയത് വേൾഡ് ട്രേഡ് സെന്റർ മുഴുവനായി തകരില്ല എന്നായിരുന്നു. വിമാനമിടിക്കുന്ന മുകളിലത്തെ നിലകൾ മാത്രം തകരും, ബാക്കി കെട്ടിടം അവിടെ തന്നെ നിൽക്കുമെന്നായിരുന്നു അവൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ 2 ടവറുകളും പൂർണ്ണമായി തകർന്നു വീണത് അവനെപ്പോലും അത്ഭുതപ്പെടുത്തി. ഞാൻ ഏറ്റവും ശുഭാപ്തി വിശ്വാസിയായിരുന്നു, പക്ഷേ ഇത്രയും വലിയൊരു ഫലം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എന്ന് അവൻ തന്നെ അനുയായികളോട് പറഞ്ഞു.
ആക്രമണത്തിന് ശേഷം ഒസാമ ഉടൻ തന്നെ ആ സ്ഥലം വിടാൻ തയ്യാറെടുത്തു. അമേരിക്ക വെറുതെ ഇരിക്കില്ലെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. അവൻ തന്റെ സാറ്റലൈറ്റ് ഫോണിന്റെ ബാറ്ററി ഊരിമാറ്റി സിം കാർഡ് നശിപ്പിച്ചു. കാരണം അമേരിക്കൻ ചാരക്കണ്ണുകൾ ആകാശത്ത് നിന്ന് തന്നെ നോക്കുന്നുണ്ടാകും. അവൻ തന്റെ ഭാര്യമാരോടും കുട്ടികളോടും സാധനങ്ങൾ പാക്ക് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ യാത്ര തിരിക്കുകയാണ്, എങ്ങോട്ടാണെന്ന് ചോദിക്കരുത് എന്നായിരുന്നു നിർദ്ദേശം. കാന്തഹാറിൽ നിന്ന് അവർ കാബൂളിലേക്കും അവിടെ നിന്ന് ജലാലാബാദിലേക്കും നീങ്ങി. വഴിയരികിൽ വണ്ടി നിർത്തി അവർ വാർത്തകൾ കേട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് തകർന്നെടിഞ്ഞ വേൾഡ് ട്രേഡ് സെന്ററിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മെഗാഫോൺ കയ്യിലെടുത്ത് പ്രസംഗിക്കുന്നത് അവർ കേട്ടു. ഇപ്പോഴെനിക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കാം, ലോകം മുഴുവൻ നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നു. ഈ കെട്ടിടങ്ങൾ തകർത്തവരും ഉടൻ തന്നെ ഞങ്ങളുടെ ശബ്ദം കേൾക്കും എന്ന് ബുഷ് ഗർജിച്ചു. അത് കേട്ടപ്പോൾ ഒസാമയ്ക്ക് മനസ്സിലായി താൻ ഉറങ്ങിക്കിടന്ന ഒരു ഭീമനെയാണ് ചവിട്ടി ഉണർത്തിയതെന്ന്. ഇനി വരുന്ന ദിവസങ്ങൾ എളുപ്പമാകില്ല. അമേരിക്കയുടെ മുഴുവൻ സൈനിക ശക്തിയും തനിക്ക് നേരെ തിരിയുമെന്നവൻ ഉറപ്പിച്ചു. എന്നാൽ ഭയത്തിനു പകരം അവനിൽ ഒരുതരം നിർവികാരതയായിരുന്നു. താൻ ആഗ്രഹിച്ച യുദ്ധം ഇതാ വന്നെത്തിയിരിക്കുന്നു. ഇനി ഒളിച്ചോട്ടമില്ല. ലോകം രണ്ടായി പിരിയുകയാണ്, അമേരിക്കയും അൽ ഖ്വയ്ദയും. അഫ്ഗാനിസ്ഥാനിലെ പൊടിപടിച്ച റോഡിലൂടെ ഇരുളിൽ മറഞ്ഞ് ഒസാമ തോറാബോറയിലെ തന്റെ പഴയ ഗുഹകളിലേക്ക് യാത്രയായി. അവിടെ പ്രകൃതിയൊരുക്കിയ കോട്ടയിലിരുന്ന് അവസാനത്തെ പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ. 2001 ഡിസംബർ മാസം. അഫ്ഗാനിസ്ഥാനിലെ തോറാബോറ മലനിരകളിൽ കൊടും തണുപ്പാണ്. മഞ്ഞു വീണ് മൂടിക്കിടക്കുന്ന കറുത്ത പാറക്കെട്ടുകൾ നിറഞ്ഞ, ആർക്കും പെട്ടെന്ന് കയറിച്ചെല്ലാൻ കഴിയാത്ത പ്രദേശം. ഇവിടെയാണ് ഒസാമ ബിൻ ലാദൻ തന്റെ അവസാനത്തെ താവളമുറപ്പിച്ചത്. തോറാബോറ എന്നാൽ വെറും ഗുഹകളല്ല, അതൊരു അത്ഭുത ലോകമാണ്. മലകൾ തുരന്നുണ്ടാക്കിയ കിലോമീറ്ററുകളോളം നീളുന്ന തുരങ്കങ്ങൾ, അതിനുള്ളിൽ കിടപ്പുമുറികൾ, ആയുധപ്പുരകൾ, വായുസഞ്ചാരത്തിനുള്ള സംവിധാനങ്ങൾ, എന്തിന് ചെറിയൊരു ആശുപത്രി വരെ ഉണ്ടായിരുന്നു. പണ്ട് റഷ്യക്കാർക്കെതിരെ യുദ്ധം ചെയ്തപ്പോൾ ഒസാമ തന്നെ പണി കഴിപ്പിച്ച ഉരുക്കുകോട്ട. പക്ഷേ ഇത്തവണ ശത്രു റഷ്യയല്ല, അമേരിക്കയാണ്. അവരുടെ കയ്യിലുള്ളത് അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ്. ആകാശത്ത് B-52 ബോംബറുകൾ വട്ടമിട്ട് പറന്നു. അവ താഴേക്ക് വർഷിച്ചത് സാധാരണ ബോംബുകളല്ല, ഡെയ്സി കട്ടർ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലിപ്പമുള്ള സ്ഥലം ചാമ്പലാക്കാൻ കഴിവുള്ള ഭീമൻ ബോംബുകൾ. ഓരോ ബോംബ് വീഴുമ്പോഴും തോറാബോറ മലനിരകൾ കുലുങ്ങി വിറച്ചു. ഭൂകമ്പം വന്നതുപോലെ ഗുഹകൾക്കുള്ളിൽ പ്രകമ്പനമുണ്ടായി. പൊടിപടലങ്ങൾ കൊണ്ട് ശ്വസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഗുഹയ്ക്കുള്ളിൽ ഒസാമ ശാന്തനായിരുന്നു. പുറത്ത് നരകതുല്യമായ ആക്രമണം നടക്കുമ്പോഴും അവൻ തന്റെ ഡയറിയിൽ കുറിപ്പുകൾ എഴുതുകയായിരുന്നു. അക്കാലത്ത് അവൻ എഴുതിയ ഒരു വിയ്യത്ത് അഥവാ മരണപത്രം പിന്നീട് കണ്ടെടുക്കപ്പെട്ടു. അതിൽ അവൻ തന്റെ മക്കളോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. എൻ്റെ മക്കളെ, എനിക്ക് നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ തെരഞ്ഞെടുത്ത പാത കഠിനമായിരുന്നു എന്നായിരുന്നു ആ വരികൾ. താൻ ഇവിടെ വെച്ച് മരിക്കുമെന്ന് അവൻ ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. തൻ്റെ അംഗരക്ഷകരോട് അവൻ പറഞ്ഞു, എന്നെ ജീവനോടെ പിടിക്കാൻ അമേരിക്കക്കാർക്ക് കഴിയരുത്. എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ വെടിവെച്ചു കൊല്ലണം. താഴെ താഴ്വരയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സും CIA ഉദ്യോഗസ്ഥരും അഫ്ഗാൻ നോർത്തേൺ അലയൻസ് സൈനികരും തോറാബോറയെ വളഞ്ഞിരുന്നു. അവർക്ക് ഒസാമയുടെ റേഡിയോ സന്ദേശങ്ങൾ കേൾക്കാമായിരുന്നു. നമ്മുടെ സ്ഥാനം അവർ കണ്ടുപിടിച്ചു, പ്രാർത്ഥിക്കുക എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ. ഒസാമ ആ മലയിടുക്കിൽ കുടുങ്ങിപ്പോയി എന്ന് അമേരിക്കൻ സൈന്യം വിശ്വസിച്ചു. ഇനി രക്ഷപ്പെടാൻ വഴിയില്ല. ഒന്നെങ്കിൽ ബോംബ് വീണ് മരിക്കും, അല്ലെങ്കിൽ പട്ടിണി കിടന്നു മരിക്കും. അതായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഒസാമയ്ക്ക് വേറെ പ്ലാനുകളുണ്ടായിരുന്നു. ആ മലനിരകളെ അവൻ്റെ കൈവിരലുകൾ പോലെ അവൻ അറിയാം. ഓരോ രഹസ്യവഴിയും ഓരോ ഇടവഴിയും അവൻ സുപരിചിതമാണ്. ഡിസംബർ 12-ാം തീയതിയോടെ ബോംബാക്രമണം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. ഗുഹകൾക്കുള്ളിൽ ഓക്സിജൻ കുറഞ്ഞു തുടങ്ങി. ഒസാമ തൻ്റെ വിശ്വസ്തരായ പോരാളികളെ വിളിച്ചുകൂട്ടി. അവർക്ക് അവസാനത്തെ നിർദ്ദേശങ്ങൾ നൽകി. നിങ്ങൾ ഇവിടെ നിന്ന് യുദ്ധം തുടരുക, ശത്രുവിനെ തെറ്റിദ്ധരിപ്പിക്കുക. താൻ അവിടെ തന്നെയുണ്ടെന്ന് അമേരിക്കയെ വിശ്വസിപ്പിക്കാൻ അവൻ തൻ്റെ സാറ്റലൈറ്റ് ഫോൺ ഒരു സഹായിയെ ഏൽപ്പിച്ചു. ആ സഹായി ഫോൺ ഓണാക്കി വെച്ച് റേഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. CIA-യുടെ റഡാറുകളിൽ ഒസാമ അവിടെ തന്നെയുണ്ടെന്ന് സിഗ്നൽ കാണിച്ചു. യഥാർത്ഥത്തിൽ ഒസാമ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു.
കയ്യിലൊരു വടിയും പിടിച്ച് തോളിൽ തോക്കും തൂക്കി കൂരിരുട്ടിലൂടെ അവൻ നടന്നു. കൂടെ വിശ്വസ്തരായ കുറച്ച് അംഗരക്ഷകർ മാത്രം. മഞ്ഞിൽ പുതഞ്ഞുകിടക്കുന്ന മലയിടുക്കുകളിലൂടെ കൊടും തണുപ്പിനെ വകവെക്കാതെ അവർ പാകിസ്ഥാൻ അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങി. ആകാശത്ത് അമേരിക്കൻ ഡ്രോണുകൾ പറക്കുന്നുണ്ടായിരുന്നു. താഴെ തെർമൽ ക്യാമറകളുമായി സൈനികർ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രകൃതി ഒസാമയ്ക്ക് കൂട്ടുനിന്നു. കനത്ത മഞ്ഞുവീഴ്ച കാരണം ക്യാമറകൾക്കൊന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് നടക്കുമ്പോൾ ഒസാമയുടെ സംഘം പലപ്പോഴും മരണത്തിന്റെ തൊട്ടുമുന്നിലൂടെയാണ് കടന്നുപോയത്. വഴിയിൽ വെച്ച് അവർക്ക് അഫ്ഗാൻ ഗ്രാമീണരുടെ സഹായം ലഭിച്ചു. പണം കൊടുത്താൽ എന്തും ചെയ്യുന്ന വഴികാട്ടികൾ. അവർ ഒസാമയെ കുതിരപ്പുറത്ത് കയറ്റി ദുർഘടമായ പാതകളിലൂടെ നയിച്ചു. ചിലപ്പോൾ അവർക്ക് പാറകളുടെ ഇടയിൽ ഒളിച്ചിരിക്കേണ്ടി വന്നു. മുകളിൽ കൂടി ഹെലികോപ്റ്ററുകൾ പറക്കുമ്പോൾ അവർ ശ്വാസമടക്കി പിടിച്ചു. ഇതൊരത്ഭുതമാണ്. അദൃശ്യമായ ഏതോ ശക്തി നമ്മളെ സംരക്ഷിക്കുന്നു എന്നൊസാമ തന്റെ അനുയായികളോട് മന്ത്രിച്ചു. പാകിസ്ഥാൻ അതിർത്തിയിലെ ഗ്രാമങ്ങളിലെത്തിയപ്പോൾ അവിടെ ഒസാമയ്ക്ക് വലിയ സ്വീകരണം ലഭിച്ചു. പാകിസ്ഥാൻ സർക്കാർ അമേരിക്കയുടെ കൂടെയാണെങ്കിലും അവിടത്തെ സാധാരണ ജനങ്ങളും ഗോത്രവർഗക്കാരും ഒസാമയെ ഒരു വീരപുരുഷനായാണ് കണ്ടത്. അവർ അവന് ഭക്ഷണവും താമസ സൗകര്യവും നൽകി. വേഷം മാറിയാണ് ഒസാമ സഞ്ചരിച്ചിരുന്നത്. നീണ്ട താടി ട്രിം ചെയ്തു സാധാരണ പാകിസ്ഥാനി വേഷം ധരിച്ചു. ചിലപ്പോൾ രോഗിയായ ഒരു വൃദ്ധനെ പോലെ അവൻ അഭിനയിച്ചു. ചെക്ക് പോസ്റ്റുകളിൽ വണ്ടി തടയുമ്പോൾ ആരും ആ വണ്ടിയുടെ പിന്നിലിരിക്കുന്ന മെലിഞ്ഞ മനുഷ്യനെ ശ്രദ്ധിച്ചില്ല. ഇതിനിടയിൽ തോറാബോറയിൽ അമേരിക്കൻ സൈന്യം വിജയമാഘോഷിക്കുകയായിരുന്നു. അവർ ഗുഹകൾ പിടിച്ചെടുത്തു. പക്ഷേ അകത്ത് കയറി നോക്കിയപ്പോൾ അവർ ഞെട്ടിപ്പോയി. അവിടെ ഒസാമയുണ്ടായിരുന്നില്ല. വെറും ഒഴിഞ്ഞ ഗുഹകൾ, കുറച്ച് ആയുധങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട മരുന്നുകൾ. ഒസാമ എവിടെ? ആ ചോദ്യം അവരുടെ ഉറക്കം കെടുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യയുണ്ടായിട്ടും ഉപഗ്രഹങ്ങളുണ്ടായിട്ടും ഒസാമ അവരുടെ വിരലുകൾക്കിടയിലൂടെ വഴുതിപ്പോയിരിക്കുന്നു. സ്മോക്ക് ദം ഔട്ട് എന്നു പറഞ്ഞ ജോർജ് ബുഷിന് കിട്ടിയ വലിയ തിരിച്ചടിയായിരുന്നു അത്. ഒസാമ അപ്പോഴേക്കും പാകിസ്ഥാനിലെ സുരക്ഷിത കേന്ദ്രങ്ങളിലെത്തിയിരുന്നു. ആദ്യം പെഷാവാറിലേക്കും പിന്നീട് സ്വാത് താഴ്വരയിലേക്കും അവൻ നീങ്ങി. സ്വാത് താഴ്വര പാകിസ്ഥാനിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. അവിടെ വെച്ച് അവൻ വീണ്ടും കുടുംബവുമായി ഒത്തുചേർന്നു. ഭാര്യമാരും കുട്ടികളും പല വഴികളിലൂടെ അവിടെ എത്തിച്ചേർന്നിരുന്നു. എന്നാൽ അവിടെയും അധികനാൾ നിൽക്കാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIലെ ചിലർക്ക് ഒസാമ അവിടെയുണ്ടെന്ന് അറിയാമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അവരുടെ ഒത്താശയോടെയാണ് അവൻ അവിടെ ഒളിച്ചു താമസിച്ചതെന്നും ആരോപണങ്ങളുണ്ട്. എന്തായാലും ഒസാമ അവിടെ നിന്ന് ഹരിപ്പൂർ എന്ന സ്ഥലത്തേക്ക് മാറി. അവിടെ ഒരു വാടക വീട്ടിൽ കുറച്ചുകാലം താമസിച്ചു. ടിവിയിൽ തന്റെ പടം കാണിച്ച് ഇയാളെ കണ്ടാൽ വിവരമറിയിക്കുക എന്ന വാർത്ത വരുമ്പോൾ ഒസാമ അത് കണ്ട് ചിരിക്കുകയായിരുന്നു. താൻ ഇത്രയും അടുത്ത് അവരുടെ മൂക്കിന് താഴെയുണ്ടായിട്ടും അവർക്ക് തന്നെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നതായിരുന്നു അവന്റെ ചിരിക്കു കാരണം. ഈ സമയത്താണ് ഒസാമ ഒരു പ്രധാന തീരുമാനമെടുക്കുന്നത്. ഇനി ഒളിച്ചോടി നടക്കാൻ വയ്യ. സ്ഥിരമായി ഒരിടത്ത് നിൽക്കണം. അതും ആരും സംശയിക്കാത്ത ഒരിടത്ത്. കാട്ടിലോ മലയിലോ അല്ല, മറിച്ച് നഗരത്തിന്റെ നടുവിൽ. അങ്ങനെയാണ് അബോട്ടാബാദ് എന്ന സ്ഥലം തിരഞ്ഞെടുക്കുന്നത്. പാകിസ്ഥാൻ മിലിറ്ററി അക്കാഡമിയുടെ തൊട്ടടുത്ത്, പട്ടാളക്കാരുടെ വീടുകൾക്ക് നടുവിൽ. വിളക്കിനു ചുവട്ടിലാണ് ഏറ്റവും ഇരുട്ട് എന്ന ചൊല്ല് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാൻ അവൻ തീരുമാനിച്ചു. അവിടെ തനിക്കു വേണ്ടി ഒരു കോട്ട പണിയാൻ അവൻ ഉത്തരവിട്ടു. പുറം ലോകം കാണാത്ത, ആരും കടന്നുവരാത്ത ഒരു രഹസ്യ സങ്കേതം. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാൽ അബോട്ടാബാദ് എന്ന മനോഹരമായൊരു നഗരത്തിലെത്താം. ചുറ്റും പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ, നല്ല തണുപ്പുള്ള കാലാവസ്ഥ, തിരക്കുകളില്ലാത്ത ശാന്തമായ അന്തരീക്ഷം. പാകിസ്ഥാൻ സൈന്യത്തിലെ വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥർ വിശ്രമജീവിതം നയിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണിത്. അവിടെയുള്ള വീടുകൾ കണ്ടാൽ തന്നെ ഒരു പ്രൗഢി തോന്നും.
എന്നാൽ 2004 ആ നഗരത്തിലെ ബിലാൽ ടൗൺ എന്ന പ്രദേശത്ത് ഒരു പ്രത്യേകതരം വീടുയരാൻ തുടങ്ങി. വീടെന്ന് വിളിക്കുന്നതിലും നല്ലത് കോട്ട എന്ന് വിളിക്കുന്നതാണ്. കാരണം ആ കോമ്പൗണ്ടിന് ചുറ്റും കെട്ടിപ്പൊക്കിയത് 18 അടി വരെ ഉയരമുള്ള മതിലുകളായിരുന്നു. പോരാത്തതിന് അതിനു മുകളിൽ മുള്ളുവേലികളും. നാട്ടുകാർ ഇതിനെ വസീറിസ്ഥാൻ ഹവേലി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം അർഷാദ് ഖാൻ, താരിഖ് ഖാൻ എന്നിങ്ങനെ പേരുള്ള 2 പഷ്തൂൺ സഹോദരന്മാരായിരുന്നു ആ സ്ഥലം വാങ്ങി വീട് പണിതത്. തങ്ങൾക്ക് കുടുംബവഴക്കുണ്ടെന്നും അതുകൊണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാണ് ഇത്രയും വലിയ മതിൽ കെട്ടുന്നതെന്നും അവർ അയൽവാസികളോട് പറഞ്ഞു. സത്യത്തിൽ ഈ 2 പേരും ഒസാമയുടെ ഏറ്റവും വിശ്വസ്തനായ കൊറിയർ അബു അഹമ്മദ് അൽ കുവൈത്തിയും അവന്റെ സഹോദരനുമായിരുന്നു. പക്ഷെ നാട്ടുകാർക്കോ എന്തിന് പാകിസ്ഥാൻ പോലീസിനോ പോലും ഇതിൽ അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. പണക്കാരായ ചിലർ സുരക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവിടെ പതിവായിരുന്നു. പക്ഷെ സൂക്ഷ്മമായി നോക്കിയാൽ ആ വീട്ടിൽ പല ദുരൂഹതകളുമുണ്ടായിരുന്നു. ആധുനിക സൗകര്യങ്ങളുള്ള ആ വലിയ വീട്ടിൽ ടെലിഫോൺ കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇന്റർനെറ്റ് ലൈനുകളില്ലായിരുന്നു. എന്തിന് വീടിന് പുറത്തേക്ക് ജനലുകൾ പോലും കുറവായിരുന്നു. സാധാരണ വീടുകളിൽ നിന്ന് മാലിന്യം പുറത്തു കളയാൻ മുനിസിപ്പാലിറ്റി വണ്ടി വരുമ്പോൾ ഈ വീട്ടുകാർ മാലിന്യം പുറത്തു കൊടുത്തിരുന്നില്ല. പകരം അവരത് മതിലിനുള്ളിൽ വെച്ച് തന്നെ കത്തിച്ചു കളയുകയായിരുന്നു. ആരും തങ്ങളുടെ ചവറ്റുകുട്ടുപോലും പരിശോധിക്കരുത് എന്ന നിർബന്ധം അവർക്കുണ്ടായിരുന്നു. അയൽപക്കത്തെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പന്ത് അബദ്ധവശാൽ ആ മതിലിനുള്ളിലേക്ക് പോയാൽ അത് തിരിച്ചു കിട്ടില്ല. പകരം ഗേറ്റ് കാവൽക്കാരൻ കുട്ടികൾക്ക് പണത്തിന് പകരം പണം നൽകി പറഞ്ഞുവിടും. അങ്ങോട്ടാരും നോക്കണ്ട എന്നതായിരുന്നു അവിടത്തെ നിയമം. ഈ മതിലുകൾക്കുള്ളിൽ 3-ാം നിലയിലെ ഒരു ഇരുണ്ട മുറിയിൽ ലോകം മുഴുവൻ അരിച്ചുപെറുക്കി നടക്കുന്ന ഒസാമ ബിൻ ലാദൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പുറം ലോകം കരുതിയത് അവൻ അഫ്ഗാനിലെ ഏതോ ഗുഹയിൽ ഡയാലിസിസ് ചെയ്ത് കിടക്കുകയാണെന്നാണ്. എന്നാൽ ഒസാമ ഇവിടെ സുഖമായി ജീവിക്കുകയായിരുന്നു. അവന്റെ കൂടെ 3 ഭാര്യമാരും കുട്ടികളും പേരക്കുട്ടികളും ഉണ്ടായിരുന്നു. ആ വീടിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് നോക്കിയാൽ പാകിസ്ഥാൻ മിലിട്ടറി അക്കാഡമി കാണാമായിരുന്നു. പാകിസ്ഥാൻ പട്ടാളക്കാർ മാർച്ച് പാസ്റ്റ് നടത്തുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഒസാമ ഉണർന്നിരുന്നത്. ശത്രുക്കളുടെ മൂക്കിന് താഴെ ഒളിച്ചിരിക്കുക എന്ന തന്ത്രം അവൻ വിജയകരമായി നടപ്പിലാക്കി. വീടിനുള്ളിലെ ജീവിതം വളരെ ചിട്ടയുള്ളതായിരുന്നു. ഒസാമയുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും പുറത്തുപോയി സ്കൂളിൽ പഠിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. അവർക്ക് വീടിനുള്ളിൽ തന്നെ ക്ലാസുകൾ നൽകി. ഒസാമ തന്നെ അവർക്ക് അറബിയും ഖുർആനും കണക്കും പഠിപ്പിച്ചു. വീടിനോട് ചേർന്ന് ചെറിയൊരു പച്ചക്കറി തോട്ടമുണ്ടായിരുന്നു. അവിടെ ഉരുളക്കിഴങ്ങും കാബേജും അവർ കൃഷി ചെയ്തു. കുറച്ച് കോഴികളെയും വളർത്തിയിരുന്നു. നല്ല നാടൻ മുട്ട കിട്ടാൻ വേണ്ടിയാണ് എന്ന് കൊറിയർ പുറത്തുള്ളവരോട് പറയുമായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു സാധാരണ കൂട്ടുകുടുംബം. എന്നാൽ അകത്ത് ഓരോ നിമിഷവും പിടിക്കപ്പെടുമോ എന്ന ഭയത്തിൽ കഴിയുന്ന ഒരു സംഘം. ഒസാമ പുറത്തിറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരുന്നു. പകൽ വെളിച്ചത്തിൽ അവൻ ഒരിക്കലും മുറ്റത്തിറങ്ങി നടക്കില്ല. കാരണം ആകാശത്ത് അമേരിക്കൻ സാറ്റലൈറ്റുകൾ കണ്ണും നട്ടിരിക്കുന്നുണ്ടെന്ന് അവൻ അറിയാം. മുറ്റത്ത് നടക്കാൻ അവനൊരു പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു. അവിടെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാത്ത രീതിയിൽ ഒരു മേൽക്കൂര പണിതിരുന്നു. അതിനടിയിലൂടെയാണ് അവൻ വ്യായാമത്തിനായി നടന്നിരുന്നത്. ആകാശത്ത് വിമാനത്തിന്റെ ശബ്ദം കേട്ടാൽ അവൻ മരവിച്ച പോലെ നിൽക്കും. മരങ്ങളുടെ നിഴലിലേക്ക് മാറും. ഒരു പ്രേതത്തെ പോലെ ആർക്കും പിടികൊടുക്കാതെ സ്വന്തം നിഴലിനെ പോലും ഭയന്നാണ് അവൻ അവിടെ കഴിഞ്ഞിരുന്നത്. അബോട്ടാബാദിലെ ആ വലിയ മതിലിനുള്ളിൽ ഒസാമ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. പുറം ലോകവുമായി അവന് യാതൊരു ബന്ധവുമില്ലെന്ന് എല്ലാവരും കരുതിയെങ്കിലും അവൻ അപ്പോഴും അൽ ഖ്വയ്ദയെ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. അതിനവൻ ഉപയോഗിച്ചത് വളരെ പഴയതും എന്നാൽ സുരക്ഷിതവുമായ ഒരു മാർഗമാണ്: പെൻഡ്രൈവുകൾ അഥവാ ഫ്ലാഷ് ഡ്രൈവുകൾ. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തതിനാൽ ഇമെയിൽ അയക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഉസാമ തന്റെ കമ്പ്യൂട്ടറിൽ കത്തുകൾ ടൈപ്പ് ചെയ്യും. എന്നിട്ട് അതൊരു പെൻഡ്രൈവിലേക്ക് സേവ് ചെയ്യും. ഈ പെൻഡ്രൈവ് അവന്റെ വിശ്വസ്തനായ കൊറിയർ അബു അഹമ്മദ് അൽ കുവൈത്തിക്ക് കൈമാറും. അബു അഹമ്മദ് അത് പോക്കറ്റിലിട്ട് അബോട്ടാബാദിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള വേറൊരു നഗരത്തിലെ ഇന്റർനെറ്റ് കഫേയിൽ പോകും. അവിടെ വെച്ച് ആ സന്ദേശം ഇമെയിൽ വഴി അയക്കും. തിരിച്ച് ഒസാമയ്ക്കുള്ള മറുപടികൾ അവിടെ വെച്ച് ഡൗൺലോഡ് ചെയ്ത് പെൻഡ്രൈവിലാക്കി തിരിച്ചുകൊണ്ടുവരും.
സ്നിക്കർ നെറ്റ് എന്നാണ് CIA ഇതിനെ വിളിക്കുന്നത്. അതായത് ഇലക്ട്രോണിക് സിഗ്നലുകളില്ലാതെ മനുഷ്യർ നേരിട്ട് നടന്ന് വിവരങ്ങൾ കൈമാറുന്ന രീതി. ഇത് പൊളിക്കാൻ അമേരിക്കൻ ചാരസംഘടനകൾക്ക് വർഷങ്ങൾ വേണ്ടിവന്നു. ഒസാമയുടെ മുറി എപ്പോഴും ഫയലുകളും പേപ്പറുകളും കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ അവിടെ ഇരുന്ന് വീഡിയോകൾ എഡിറ്റ് ചെയ്യുമായിരുന്നു. തൻ്റെ താടി നരയ്ക്കുന്നത് പുറം ലോകം കാണാതിരിക്കാൻ അവൻ ജസ്റ്റ് ഫോർ മെൻ എന്ന ഡൈ ഉപയോഗിച്ച് താടി കറുപ്പിച്ചു. TV-യിൽ തന്നെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നത് കാണാൻ അവന് വലിയ ഇഷ്ടമായിരുന്നു. ഒരു പഴയ TV-യും ഡിഷ് ആന്റിനയും ആ വീട്ടിലുണ്ടായിരുന്നു. താൻ തകർത്ത വേൾഡ് ട്രേഡ് സെന്ററിന്റെ ദൃശ്യങ്ങളും തന്നെ വേട്ടയാടുന്ന അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പ്രസംഗങ്ങളും അവൻ വീണ്ടും വീണ്ടും കണ്ടു. കയ്യിൽ റിമോട്ടും പിടിച്ച് പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന ഒസാമയുടെ ചിത്രം പിന്നീട് ലോകം കണ്ടതാണ്. ഒരു വലിയ ഭീകരനല്ല, മറിച്ച് വയസ്സായ ക്ഷീണിച്ച ഒരു വൃദ്ധനെയാണ് അതിൽ കണ്ടത്. കുടുംബത്തിനുള്ളിൽ ഒസാമ ഒരു കർക്കശക്കാരനായ ഗൃഹനാഥനായിരുന്നു. കുട്ടികൾ പാശ്ചാത്യ സംസ്കാരം അവൻ ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ പേരക്കുട്ടികൾക്കിടയ്ക്ക് മിഠായികളും ചോക്ലേറ്റുകളും നൽകാൻ അവൻ മറന്നില്ല. ആ വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തെന്താണ് നടക്കുന്നതെന്ന് വലിയ ധാരണയില്ലായിരുന്നു. നമ്മളെ അമേരിക്കക്കാർ തിരിയുന്നുണ്ട്, അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്ന ഒറ്റ നിർദ്ദേശം മാത്രം അവർ പാലിച്ചു. കൊറിയർ സഹോദരന്മാർ മാർക്കറ്റിൽ പോയി ആ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുമ്പോൾ വലിയ അളവിൽ കൊക്കക്കോളയും പെപ്സിയും വാങ്ങിയിരുന്നു. ഒരു ചെറിയ വീട്ടിലേക്ക് ഇത്രയും സാധനങ്ങൾ എന്തിനാണ് എന്ന് കടക്കാർ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ കുടുംബമാണ് എന്ന് പറഞ്ഞവർ ചിരിക്കും. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 2010 ആയപ്പോഴേക്കും ഒസാമയ്ക്ക് അവിടെ വല്ലാത്ത സുരക്ഷിതത്വം തോന്നിത്തുടങ്ങിയിരുന്നു. ആരും തന്നെ കണ്ടുപിടിക്കില്ലെന്ന് അവൻ അഹങ്കരിച്ചു. അൽ ഖ്വയ്ദയുടെ 10ാം വാർഷികം ആഘോഷിക്കാൻ അവൻ വലിയ പദ്ധതികൾ തയ്യാറാക്കി. ഒബാമയെ വധിക്കാനുള്ള പദ്ധതികൾ വരെ അവൻ ആസൂത്രണം ചെയ്തു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അവൻ അറിയാതെ ഒരു ചെറിയ വിള്ളൽ ആ മതിലിൽ വീണിരുന്നു. അവന്റെ വിശ്വസ്തനായ കൊറിയർ അബു അഹമ്മദ് അൽ കുവൈത്തി ഒരിക്കൽ ഫോണിൽ സംസാരിച്ചത് അമേരിക്കൻ ചാരക്കണ്ണുകൾ പിടിച്ചെടുത്തു. ഒരു ചെറിയ ഫോൺ കോൾ, അത് മതിയായിരുന്നു CIA-ക്ക് ആ നൂൽ പിടിച്ച് കയറാൻ. ഞാൻ ഇപ്പോഴുള്ളത് പഴയ ആൾക്കാരുടെ കൂടെയാണ് എന്ന ഒരു വാചകം. അത് ഒസാമയെ ഉദ്ദേശിച്ചാണെന്ന് CIA ഊഹിച്ചു. അവർ ആ വെളുത്ത സുസുക്കി വാനിനെ പിന്തുടരാൻ തുടങ്ങി. ആ വാൻ ചെന്ന് നിന്നത് അബോട്ടാബാദിലെ ആ വലിയ ഗേറ്റിന് മുന്നിലാണ്. ആകാശത്ത് നിന്ന് സാറ്റലൈറ്റുകൾ ആ വീടിനെ സൂം ചെയ്തു. അവിടെ മുറ്റത്ത് നടക്കുന്ന ഉയരമുള്ള മനുഷ്യനെ അവർ കണ്ടു. ദ പേസർ അഥവാ നടക്കുന്നവൻ എന്നവർ അവന് പേരിട്ടു. ആ നടപ്പ്, ആ ഉയരം, ആ രീതികൾ, അത് ഒസാമ തന്നെയാണെന്ന് അവർക്ക് 100% ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഒരു 80% ഉറപ്പിച്ചു. ലോകം തിരയുന്ന നിധി ആ മതിലുകൾക്കുള്ളിലുണ്ടെന്ന് വൈറ്റ് ഹൗസിൽ രഹസ്യ സന്ദേശമെത്തി. അബോട്ടാബാദിലെ ശാന്തമായ രാത്രികൾക്ക് ഇനി അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 2011 മെയ് 1 വാഷിംഗ്ടൺ DC-യിലെ വൈറ്റ് ഹൗസിൽ പകൽ സമയം, എന്നാൽ പാകിസ്ഥാനിൽ അർദ്ധരാത്രി പിന്നിട്ടിരുന്നു. ചരിത്രപ്രസിദ്ധമായ ആ സിറ്റുവേഷൻ റൂമിൽ ബരാക് ഒബാമ, ഹിലറി ക്ലിന്റൺ, ജോ ബൈഡൻ തുടങ്ങിയ വമ്പൻ സ്രാവുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അവരുടെ മുന്നിലെ സ്ക്രീനുകളിൽ തത്സമയ ദൃശ്യങ്ങൾ മിന്നിമറയുന്നു. തൊണ്ട വരണ്ടുപോകുന്ന ആകാംക്ഷ, കാരണം അവരൊരു വലിയ ചൂതാട്ടത്തിനിറങ്ങുകയാണ്. പാകിസ്ഥാൻ എന്ന മറ്റൊരു രാജ്യത്തിന്റെ മണ്ണിൽ അവരുടെ അനുവാദമില്ലാതെ സൈനിക നടപടി നടത്തുക എന്നത് യുദ്ധത്തിന് കാരണമായേക്കാവുന്ന കാര്യമാണ്. ഒസാമ അവിടെ ഇല്ലെങ്കിൽ അത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാകും. എന്നാൽ ഒബാമ ആ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ഇറ്റ്സ് എ ഗോ എന്ന ഉത്തരവ് അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദ് എയർബേസിലേക്ക് പറന്നു. അഫ്ഗാനിസ്ഥാനിലെ ഇരുളിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകൾ പറന്നുയർന്നു. സാധാരണ ഹെലികോപ്റ്ററുകളായിരുന്നില്ല അത്. റഡാറുകളിൽ പെടാതിരിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത, ശബ്ദം വളരെ കുറഞ്ഞ സ്റ്റെൽത്ത് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ. അതിനകത്തിരുന്നത് US നേവി സീൽ ടീം 6-ലെ 23 കമാൻഡോകളും കെയ്റോ എന്നു പേരുള്ള ഒരു ബെൽജിയൻ മാലിനോയ്സ് നായയും. അവരുടെ ലക്ഷ്യം ഒന്നേയുള്ളൂ, ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ. കടലിന്റെ ദേവനായ നെപ്റ്റ്യൂണിന്റെ ശൂലം പോലെ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒസാമയുടെ നെഞ്ചിലേക്ക് പാഞ്ഞു കയറുക. പാകിസ്ഥാൻ അതിർത്തി കടന്ന് മലനിരകൾക്ക് മുകളിലൂടെ താഴ്ന്നു പറന്ന് അവർ അബോട്ടാബാദിലെത്തി. സമയം പുലർച്ചെ 12:30. അബോട്ടാബാദിലെ ജനങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഹെലികോപ്റ്ററുകളുടെ ശബ്ദം കേട്ട് ചിലർ ഉണർന്നെങ്കിലും അത് പാകിസ്ഥാൻ മിലിറ്ററി അക്കാദമിയിലെ പതിവ് പട്രോളിംഗ് ആണെന്ന് അവർ കരുതി. എന്നാൽ ആ വലിയ മതിലിന് മുകളിലെത്തിയപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി.
ആദ്യത്തെ ഹെലികോപ്റ്റർ ഒസാമയുടെ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ നിയന്ത്രണം വിട്ടു. മതിലിനുള്ളിലെ ചൂടേറിയ വായുവും ഹെലികോപ്റ്ററിന്റെ റോട്ടർ കാറ്റും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഉണ്ടായ വോർട്ടെക്സ് പ്രതിഭാസമായിരുന്നു അത്. ഹെലികോപ്റ്റർ വട്ടം കറങ്ങി മതിലിൽ ഇടിച്ച് മുറ്റത്തേക്ക് വീണു. ആ നിമിഷം ഒബാമയുടെ നെഞ്ച് പടപട ഇടിച്ചു എന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് ഹോക്ക് ഡൗൺ എന്ന ദുരന്തം ആവർത്തിക്കുമോ എന്ന് എല്ലാവരും ഭയന്നു. പക്ഷേ സീലുകൾ പതറിയില്ല. വീണ ഹെലികോപ്റ്ററിൽ നിന്ന് അവർ പരിക്കേൽക്കാതെ ചാടിയിറങ്ങി. പ്ലാൻ എ പാളിയാൽ പ്ലാൻ ബി. അവർ മതിലുകൾ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തു. വലിയ ശബ്ദത്തോടെ അബോട്ടാബാദ് നടുങ്ങി. ഉറങ്ങിക്കിടന്ന ഒസാമയുടെ കുടുംബം ഞെട്ടിയുണർന്നു. ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്ന ഒസാമയുടെ വിശ്വസ്തൻ അബു അഹമ്മദ് അൽ കുവൈത്തി തോക്കുമായി പുറത്തേക്ക് ഓടി വന്നു. പക്ഷേ സീലുകളുടെ നൈറ്റ് വിഷൻ കണ്ണടകൾക്ക് മുന്നിൽ അയാൾക്ക് ഒരവസരം പോലും കിട്ടിയില്ല. നിമിഷങ്ങൾക്കകം അയാൾ വധിക്കപ്പെട്ടു. സീലുകൾ പ്രധാന കെട്ടിടത്തിലേക്ക് ഇരച്ചു കയറി. ഇരുട്ടിൽ ലേസർ രശ്മികൾ മാത്രം മിന്നിമറിഞ്ഞു. താഴത്തെ നിലയിൽ വച്ച് അബു അഹമ്മദിന്റെ സഹോദരൻ ചെറുതു നിൽക്കാൻ ശ്രമിച്ചു. അവനും വീണു. ഓരോ മുറിയും ഓരോ നിലയും അവർ അരിച്ചു പെറുക്കി മുകളിലേക്ക് നീങ്ങി. ഒസാമയുടെ മകൻ ഖാലിദ് പടികൾക്കിടയിൽ വച്ച് സീലുകളെ നേരിടാൻ നോക്കി. ഖാലിദ് താഴേക്ക് വാ എന്ന് സീലുകൾ അറബിയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ തല പുറത്തിട്ടു. അതാണ് അവന്റെ അവസാനത്തെ കാഴ്ചയായത്. സീലുകൾ 3-ാം നിലയിലേക്ക്, ആ അവസാനത്തെ പടികൾ കയറാൻ തുടങ്ങി. അവിടെയായിരുന്നു ഒസാമയുടെ കിടപ്പുമുറി. പടികൾ കയറി വരുന്ന ശബ്ദം കേട്ട് ഒസാമ വാതിലിന് പിന്നിൽ നിന്ന് എത്തിനോക്കി. ഒസാമയുടെ കയ്യിൽ ഒരു AK-47 ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് ഉപയോഗിക്കാൻ അവന് സമയം കിട്ടിയില്ല. സീലുകൾ വാതിൽ തകർത്ത് അകത്തേക്ക് കയറി. ഒസാമയുടെ ഇളയ ഭാര്യ അമൽ ഭർത്താവിനെ രക്ഷിക്കാൻ സീലുകൾക്ക് മുന്നിലേക്ക് ചാടി വീണു. അവർ അവളെ കാലിൽ വെടിവെച്ച് മാറ്റി. ഇപ്പോൾ മുറിയിൽ ഒസാമയും സീലുകളും മാത്രം. റോബർട്ട് ഒ നീൽ എന്ന സീലുദ്യോഗസ്ഥനാണ് കാഞ്ചി വലിച്ചത് എന്ന് പറയപ്പെടുന്നു. നെഞ്ചിലും തലയിലും വെടിയേറ്റ ഒസാമ തറയിലേക്ക് വീണു. ലോകം മുഴുവൻ വർഷങ്ങളായി തിരഞ്ഞുകൊണ്ടിരുന്ന ആ മനുഷ്യന്റെ കഥ അവിടെ അവസാനിച്ചു. സീൽ ലീഡർ റേഡിയോയിലൂടെ ആ സന്ദേശം വാഷിംഗ്ടണിലേക്ക് അയച്ചു. ഫോർ ഗോഡ് ആൻഡ് കൺട്രി, ജെറോണിമോ, ജെറോണിമോ, EKIA, എനിമി കിൽഡ് ഇൻ ആക്ഷൻ. ജെറോണിമോ എന്നത് ഒസാമയ്ക്ക് അവർ നൽകിയ കോഡ് നാമമായിരുന്നു. വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ വി ഗോട്ട് ഹിം എന്ന വാചകം മുഴങ്ങി. എല്ലാവരും ദീർഘശ്വാസം വിട്ടു. എന്നാൽ അവരു നിൽക്കാൻ സമയമില്ലായിരുന്നു. പാകിസ്ഥാൻ സൈന്യം ഉണരുന്നതിനു മുൻപേ സ്ഥലം വിടണം. സീലുകൾ ഒസാമയുടെ മൃതദേഹം ബാഗിലാക്കി. ആ വീട്ടിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകൾ, ഹാർഡ് ഡിസ്കുകൾ, ഫയലുകളെല്ലാം അവർ വാരിക്കൂട്ടി. അൽ ഖൈദയുടെ രഹസ്യങ്ങളുടെ വലിയൊരു ശേഖരമായിരുന്നു അത്. പോകുന്ന വഴിക്ക് തകർന്നു വീണ തങ്ങളുടെ ഹെലികോപ്റ്റർ ശത്രുക്കൾക്ക് കിട്ടാതിരിക്കാൻ അവർ ബോംബ് വെച്ചു തകർത്തു. തീഗോളം ഉയരുന്നതിനിടയിൽ ബാക്കിയുള്ള ഹെലികോപ്റ്ററുകളിൽ അവർ ആകാശത്തേക്ക് പറന്നുയർന്നു. വെറും 40 മിനിറ്റ് അതിനുള്ളിൽ എല്ലാം കഴിഞ്ഞിരുന്നു. തിരിച്ച് അഫ്ഗാനിസ്ഥാനിലെത്തിയ ശേഷം മൃതദേഹം തിരിച്ചറിഞ്ഞു. DNA ടെസ്റ്റ് നടത്തി ഉറപ്പുവരുത്തി ഇത് ഒസാമ തന്നെ. പിന്നീട് നടന്നത് വേഗത്തിലായിരുന്നു. ഒസാമയുടെ മൃതദേഹം USS കാൾ വിൻസൻ എന്ന വിമാനവാഹിനി കപ്പലിലേക്ക് കൊണ്ടുപോയി. അവനെ കരയിൽ എവിടെയെങ്കിലും അടക്കിയാൽ ആ സ്ഥലം തീവ്രവാദികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുമെന്ന് അമേരിക്ക ഭയന്നിരുന്നു. അതുകൊണ്ട് കടലിലടക്കാൻ തീരുമാനിച്ചു. ഇസ്ലാമിക ആചാരപ്രകാരം മൃതദേഹം കുളിപ്പിച്ച് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പ്രാർത്ഥനകൾ ചൊല്ലി വടക്കൻ അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ത്തി. ആരും കാണാത്ത, ആരും അറിയാത്ത കടലിന്റെ അടിത്തട്ടിൽ ഒസാമ ബിൻ ലാദൻ അന്ത്യവിശ്രമം കൊണ്ടു. അങ്ങനെ റിയാദിലെ കൊട്ടാരത്തിൽ തുടങ്ങി അഫ്ഗാനിലെ ഗുഹകളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ പാകിസ്ഥാനിലെ ഒരു ഇരുണ്ട മുറിയിൽ അവസാനിച്ച ആ ജീവിതത്തിന് തിരശീല വീണു. ലോകത്തെ വിറപ്പിച്ച ഭീകരൻ ഒടുവിൽ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് മറഞ്ഞു. അബോട്ടാബാദിലെ ആ വീട് പിന്നീട് പാകിസ്ഥാൻ സർക്കാർ പൊളിച്ചു നീക്കി. ഇന്ന് അവിടെ ആ വീടിരുന്നതിന് യാതൊരു അടയാളവുമില്ല. വെറും ഒഴിഞ്ഞ പറമ്പ് മാത്രം.